നമുക്ക് കണ്ണുകളടച്ച് ഒരു വാക്കുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകിയാട്ടെ. കർത്താവേ, ഞങ്ങളെ തന്നെ ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവേ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകുകയും സ്നേഹത്തിൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തന്നെ കാണുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരണം. യേശുവിനോട് ചേർന്നിരിക്കാൻ സഹായിക്കണം. അങ്ങിൽ നിന്ന് തന്നെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ധ്യാനിക്കുന്ന വചനങ്ങൾ കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയപലകമേൽ എഴുതി അത് ഞങ്ങൾക്ക് കർത്താവ് സമർത്ഥമായ ജീവന കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേപോലെ അധികമായിട്ടായി തീരുവാനും അങ്ങോട്ടുള്ള ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക്, അധികം ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരുവാനും ഞങ്ങളെ സഹായിച്ചാട്ട്. ഞങ്ങളുടെ കുറവുകളേക്ക് കർത്താവെ അവിടുന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന് ഞങ്ങളെ അധികം ആഴത്തിലുള്ള മാനസാന്തരത്തിലേക്ക് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂടുതലായിട്ട് അവിടുത്തോടുള്ള ഒരു കർത്താവെ ഭയഭക്തി ബഹുമാനത്തില്, അവിടുത്തോടുള്ള ആദ്യ സ്നേഹത്തില് കർത്താവെ അങ്ങയൊക്കെ അങ്ങയുടെ ആ രണ്ടാമത്തെ വരവിനായിട്ടുള്ള ഒരു ഒരുക്കത്തിൽ ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. കർത്താവെ അവിടുത്തെ പുണ്യനാമത്തെ മുഹത്വപ്പെടുത്തിയായിട്ട് ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച. നമ്മളത് നമുക്കറിയാം, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം കർത്താവ് 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ഭരിക്കും. ആ സമയത്ത് സാത്താനെ ബന്ധിച്ചിടുന്ന കാര്യവും പിന്നീട് സാത്താനെ തുറന്നു വിടുന്ന കാര്യവും പിന്നീട് ഉണ്ടാകുന്ന ആ ഒരു ആ, സാത്താൻ ദൈവജനത്തിനെതിരായിട്ട് തിരിയുമ്പോൾ അവനെ സ്വർഗത്തിൽ നിന്ന് അഗ്നി വന്ന് ദഹിപ്പിക്കുന്ന കാര്യവും നമ്മൾ വെളിപാട് 20:9 കണ്ടു. അതിനുശേഷം അവിശ്വാസികളുടെ അത് കഴിഞ്ഞിട്ട് സാത്താനെ തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്ന കാര്യമൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അത് എംഫസൈസ് ചെയ്ത് നമ്മൾ ആ വാക്യമൊക്കെ വെളിപാട് 20:10 സാത്താന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ആ വാക്യമൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ടായിരുന്നു. അവന് തീപ്പൊയ്കയിലാണ് അവന്റെ സ്ഥാനം. ഇപ്പം കുറച്ച് നാളത്തേക്ക് അവന് ഇപ്പോ അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ രണ്ടാം സ്വർഗം എന്നാണ് നമ്മുടെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രണ്ടാം സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന പ്രപഞ്ചം ഒന്നാം സ്വർഗം, ദൈവമായിരിക്കുന്ന പർദീസ മൂന്നാം സ്വർഗം എന്ന്. ദൈവമായിരിക്കുന്ന പർദീസം മൂന്നാം സ്വർഗം നമ്മൾ 2 കൊരിന്ത്യർ 12 അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പം ആ ഒന്നാം സ്വർഗത്തിനെയും മൂന്നാം സ്വർഗത്തിനും ഇടയിലുള്ള ഒരു സ്പേസ് ആയിട്ടാണ് രണ്ടാം സ്വർഗം. സ്വർഗസ്ഥലങ്ങളിലുള്ള പോരാട്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എഫേസ്യർ 6-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ സ്വർഗസ്ഥലങ്ങൾ എന്ന് പറയുന്നത് രണ്ടാം സ്വർഗത്തെ കുറിക്കുന്നതായിട്ടാണ് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ആ രണ്ടാം സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് തള്ളിയിടപ്പെടുന്ന മഹോപദ്രവത്തിന്റെ കാലമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലം, ആ 3.5 വർഷക്കാലത്തിന്റെ ആ തുടക്കത്തിലാണ് മിഖായേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു പോരാട്ടം, അവിടെ ഒരു യുദ്ധം സ്വർഗത്തിൽ കാണുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 12-ാം അധ്യായത്തില് നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 12-ന്റെ അതിന്റെ 7 മുതൽ നമ്മൾ വായിക്കുമ്പോൾ there was a war in heaven. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മിഖായിൽ അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല. താനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അവനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്നുള്ള കാര്യം നമ്മളവിടെ വെളിപാട് 12-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ ആ 3.5 വർഷക്കാലം അവന് ഭൂമിയിൽ, അവന് സ്വർഗസ്ഥലങ്ങളിലിരുന്ന് ഭൂമിയൊക്കെ ഊടാട് സഞ്ചരിച്ച് തന്നെ പല കാര്യങ്ങളെ കുഴപ്പത്തിലാക്കുമ്പം അവനിനി മഹോപദ്രവത്തിന്റെ സമയത്ത് ഭൂമിയിൽ തന്നെ ആയിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ അതുപോലെ ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഇത് ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ സമയത്ത്. അതിനുശേഷം കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, അതിനുശേഷമുള്ള 1000 വർഷക്കാലം ഭരണം, പിന്നെ അവനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. പിന്നെ അതിനുശേഷം അവിശ്വാസികളുടെ ന്യായവിധി, അവിശ്വാസികളുടെ ന്യായവിധി അതെല്ലാം കഴിഞ്ഞ് എല്ലാം അഗ്നിക്കിരയാകുന്നു. ഇപ്പോൾ ഉള്ള സ്വർഗവും ഭൂമിയും എല്ലാം അഗ്നിക്കിരയായിട്ട് അവിടെ നമ്മൾ ഇപ്പോൾ ഉള്ള ആ ഒരു ഭൂമി, അതിന് മൂലപദാർത്ഥങ്ങളും എല്ലാം അഗ്നിക്കിരയാവുന്നതായിട്ട് നമ്മൾ സ്വർഗം ഞാൻ പറഞ്ഞു പോയത്. ഭൂമിയും അതിലുള്ള പദാർത്ഥങ്ങളൊക്കെയും അഗ്നിക്കിരയാവുന്നതായിട്ട് നമ്മൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിക്കുന്ന പുതിയ സ്വർഗവും പുതിയ ഭൂമിയും എന്നാണ് നമ്മൾ പിന്നെ വെളിപാട് 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. പുതിയ ആകാശവും നമ്മൾ വായിക്കുമ്പോൾ ഔറാനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം ആകാശമെന്നും സ്വർഗവും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദം ഇംഗ്ലീഷിലൊക്കെ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ഇപ്പൊ പുതിയ സ്വർഗവും പുതിയ ഭൂമിയും, അവിടെ കടലില്ല എന്നുള്ളൊരു കാര്യം കണ്ടു. കടൽ ഒറിജിനൽ ആയിട്ടുള്ള ക്രിയേഷനിൽ ആദ്യം ദൈവം സൃഷ്ടിച്ചപ്പം കടൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ലൂസിഫറിന്റെ പ്രധാന ദൂതനായവന്റെ, ലൂസിഫർ എന്നറിയപ്പെടുന്നവന്റെ പതനത്തിന് ശേഷമാണ് കടലുണ്ടായതെന്നും പിന്നീടുള്ള പുതിയ സ്വർഗത്തിലും പുതിയ ഭൂമിയിലും ഈ കടല് കാണുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21-1 നമ്മൾ കണ്ടു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് കണ്ടു. ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന ആ ഒരു വിശുദ്ധ നഗരം, ആ ഒരു
യെരുസലേമിനെ കുറിച്ച് പറയുമ്പം വിശുദ്ധ നഗരം, ഹോളി സിറ്റി. ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ മഹദിയാം ബാബിലോൺ, ബാബിലോൺ ദ ഗ്രേറ്റ്, ലോകത്തിന് കണ്ണിലെ വലിയ മഹത്വമുള്ളവൾ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ലോകത്തിന് കണ്ണില് മഹത്വകരമായിട്ടുള്ളത് ദൈവത്തിന് അറപ്പുളവാക്കുന്ന കാര്യമാണെന്നൊക്കെ നമ്മൾ ഇവിടെ വായിക്കുന്നത്. ലൂക്കോസ് 16-15 വാക്യമൊക്കെ നമ്മൾ കൂടെ നമ്മൾ പറയാറുണ്ടായിരുന്നല്ലോ. പിന്നെ മൂന്നാമത്തെ വാക്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വായിച്ചത്. വെളിപാട് 21 മൂന്നാമത്തെ വാക്യം. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായിട്ട് എന്താ കേട്ടത്? ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. ആ കൂടാരം എന്ന് പറയുന്നത് സ്കേനോ എന്ന് പറഞ്ഞ പദം, സ്കേനെ എന്ന് പറഞ്ഞ പദം, അത് ആ ഗ്രീക്ക് പദമാണ്. അത് സമാഗമന കൂടാരത്തെ റെഫർ ചെയ്യുന്ന ഒരു പദമാണ്. അത് ദൈവത്തിന്റെ ആദ്യം മുതലുള്ള ആ ഒരു ആഗ്രഹം, ദൈവത്തിന് നമ്മളോടുകൂടെ, മനുഷ്യരോടുകൂടെ വസിക്കുവാനുള്ള ഒരു ആഗ്രഹത്തെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതലേ കണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം ആദാമിനെ അവയെ സൃഷ്ടിച്ച് അവരോടൊപ്പം ഒരു കൂട്ടായ്മയിൽ വസിച്ച ഒരു കാര്യം, ദൈവം വിശ്രമിച്ചു, ദൈവം നിവർത്തനായി, അല്ലെങ്കിൽ ഹി റെസ്റ്റഡ് എന്നുള്ളൊരു വാക്ക്, സബത്ത് എന്ന് പറയുന്ന എബ്രായ വാക്കാണ് അവിടെ നിവർത്തനായി എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്രമിച്ചു. ഗോഡ് റെസ്റ്റഡ്, ദൈവം വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ആദാമിന് അവയുടെ കൂടെ ഉള്ള ഒരു കൂട്ടായ്മയിലുള്ള ദൈവത്തിന്റെ ഒരു വിശ്രമം. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമായിരിക്കെ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള വലിയൊരു ആഗ്രഹം എന്താ? ആ സ്നേഹം പകരപ്പെടണം. അതുകൊണ്ട് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം അവിടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ മനുഷ്യരോടൊപ്പമുള്ള ആ സമയത്തെ ഓർത്ത് ആനന്ദിച്ച കാര്യത്തിന്റെ ഒരു പ്രവചന വാക്യം നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. സദൃശവാക്യം 8 കണ്ടിട്ടുണ്ട്. അതായത് ഈ ഉൽപ്പത്തി 1 മുമ്പ് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പുത്രനാകുന്ന ജ്ഞാനത്തിലൂടെ അവിടെ പുത്രൻ ശില്പിയായിട്ട്, പുത്രൻ ഒരു മാസ്റ്റർ വർക്ക്മാനായിട്ട് അവിടെ സൃഷ്ടി നടത്തുന്ന സമയത്ത് നമ്മള് സദൃശവാക്യം 8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. സദൃശവാക്യം 8 നമ്മളൊന്ന് വരുവാണെങ്കിൽ Proverbs chapter 8, അവിടെ വിസ്റ്റം എന്നാണ് വിസ്റ്റം സംസാരിക്കുന്നതായിട്ട്, ജ്ഞാനം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മള് അത് പുതിയ നിയമത്തിന്റെ ആത്മാവിൽ നമ്മൾ കാണുമ്പോൾ ഈ ജ്ഞാനം ആരാണെന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവാണ് നമുക്ക് ജ്ഞാനമായിട്ടുള്ളതെന്ന് നമ്മൾ 1 Corinthians 1:24-30 നമ്മൾ വായിക്കുന്നുണ്ട്. 1 Corinthians 1:24 ഹീസ് എ വിസ്റ്റം എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സദൃശവാക്യം 8 പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ വാക്യങ്ങൾ രണ്ടും അങ്ങ് വായിക്കാം. 1 Corinthians 1:24 ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ, 1 Corinthians 1:24, വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പം യേശു കർത്താവ് അഭിഷിക്തൻ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. ക്രിസ്തു എന്താണ്? നമുക്ക് ദൈവശക്തിയാണ്. കർത്താവ് നമുക്ക് എന്ത് ചെയ്യാനും ദൈവത്തിന് ഹിതം ചെയ്യാനുള്ള ശക്തി ക്രിസ്തു എന്നെ ശക്തിപ്പെടുത്തും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം, ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നാണ് സത്യവേദ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ ആ ഗ്രീക്ക് വാക്യം നോക്കുമ്പോൾ, ഫിലിപ്പിയർ 4:13 നോക്കുമ്പോൾ ക്രിസ്തോസ് എന്നുള്ള പദം അവിടെ ഉണ്ട്, ആ വാക്യത്തിലുണ്ട്. അപ്പോൾ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം എന്ന് പറഞ്ഞ് കറക്റ്റ് തന്നെ അതിന്റെ തൊട്ട് മുമ്പേ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് അവൻ എന്നങ്ങ് സത്യവേദ പുസ്തകത്തിലെ പരിഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നാൽ പരിശുദ്ധാത്മാവ് അവിടെ എഴുതുമ്പം എന്നെ ശക്തനാക്കുന്ന അഭിഷിക്തൻ മുഖാന്തരം, ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ള ക്രിസ്തു, ആ ക്രിസ്തുവാണ് എനിക്ക് ശക്തി, ദൈവശക്തിയായിട്ടുള്ളത്. ഫിലിപ്പിയർ 4:13 നമ്മളെപ്പോഴും കോട്ട് ചെയ്യുന്ന വാക്യമായിരിക്കും. അപ്പോ ഞാൻ എന്ത് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടം എനിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ശക്തി വേണം. ഇപ്പം നമുക്ക് എഴുന്നേറ്റ് നടക്കണമെങ്കിലും ഓടണമെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ കായികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പല കാര്യങ്ങളും, പ്രവൃത്തികളും ജോലികളും ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ഊർജ്ജവും ശക്തിയും വേണമെന്ന് പറയുന്നത് പോലെ ആത്മീയമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എൻ്റെ സ്വന്തം ബലത്തിൽ എനിക്ക് സാധിക്കത്തില്ല. എനിക്ക് ബലമില്ല, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എന്നെ തന്നെ താഴ്ത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പം പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തി കർത്താവിന്റെ ശക്തിയായിട്ട് തീരുന്നു. അത് ക്രൈസ്റ്റ് ഇസ് മൈ പവർ, ക്രൈസ്റ്റ് ദ പവർ ഓഫ് ഗോഡ്. യേശുവാണ്, ക്രിസ്തുവാണ് എൻ്റെ ശക്തി.
അതാ 1 Corinthians 1:24. പിന്നെ ഹീസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ഓരോ സമയത്തും ഞാൻ ഈ പറഞ്ഞു വരുന്ന വെച്ചാൽ ദൈവത്തിന് നമ്മളോടുള്ള കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ അവിടെ ജ്ഞാനത്തെക്കുറിച്ചുള്ള റെഫറൻസ് നമ്മൾ സദൃശവാക്യം 8-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഈ ജ്ഞാനം നമ്മള് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തില് ജ്ഞാനം ക്രിസ്തുവാണ് എന്നുള്ളൊരു കാര്യം നോക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വഴി തെറ്റി വന്നതല്ല, വഴി മാറി വന്നതാ. 1 Corinthians 1:24 ക്രൈസ്റ്റ് ഇസ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. കർത്താവാണ് നമ്മുടെ ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാല് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഓരോ സമയത്ത് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് തീരുമാനങ്ങൾ എടുക്കണം, എന്ത് പ്രവൃത്തി, എന്ത് ഡിസിഷൻ എടുക്കണം, എങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യണം. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളാവട്ടെ, ആത്മീയമായിട്ടുള്ള ഡിസിഷൻസ് ആകട്ടെ, അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ആണ് ചെയ്യുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ മാനുഷികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ഒരു ജ്ഞാനമുണ്ട്. അത് താഴെ നിന്നുള്ളത് ജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് യാക്കോബ് 3-ാം അധ്യായത്തിൽ നമ്മൾ ആ ജ്ഞാനത്തെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അത് അത് 7 പില്ലറൊക്കെ ഉള്ള 7 തൂണുകളുള്ള ജ്ഞാനത്തെ കുറിച്ചൊക്കെ നമ്മൾ സദൃശവാക്യത്തില് അവിടെ 7 തൂണുകളെ കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അതേ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ സദൃശവാക്യം 8-ാം അധ്യായം ഞാനിപ്പം പറഞ്ഞു. ജ്ഞാനം തന്നെ പറയുന്ന ആ ജ്ഞാനത്തെ കുറിച്ച് പറയുന്ന അതേ സദൃശവാക്യത്തിന്റെ കണ്ടിന്യൂവേഷൻ 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് ജ്ഞാനമായവൻ തനിക്ക് ഒരു വീട് പണിതു, അതിനെ 7 തൂൺ തീർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ 7 തൂണ് നമ്മൾ യാക്കോബ് 3-ാം അധ്യായത്തില് ആ 7 കാര്യങ്ങൾ പറയുന്നതായിട്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെ അതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. പീസബിൾ, ഫുൾ ഓഫ് ഗുഡ് ഫ്രൂട്ട്സ്, ഫുൾ ഓഫ് മേഴ്സി, അൺവേവറിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ കാണുന്നുണ്ട്. സമാധാനമുള്ളതും വഴങ്ങുന്നതും സൽഫലങ്ങളാൽ നിറഞ്ഞതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ അത് ശുദ്ധമായിട്ടുള്ളതാണ്, വിശുദ്ധമായിട്ടുള്ളതാണ് ആ ജ്ഞാനം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്തിനാ ജ്ഞാനം? നമ്മളിപ്പം വിദ്യാർത്ഥികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മൾ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ളവരുണ്ട്. നമ്മളുടെ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും കർത്താവ് ആഗ്രഹിക്കുന്ന വണ്ണം ഓരോ കാര്യങ്ങളും നോക്കിക്കാണാനും ചിന്തിക്കുവാനും പ്ലാൻ ചെയ്യുവാനും, കർത്താവ് ആഗ്രഹിക്കുന്ന വണ്ണം ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും ഓരോ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ദൈവത്തിൻ്റെതായ ഒരു ജ്ഞാനം വേണം. പല കാര്യത്തിലും നമ്മൾ ഭോഷതരമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പണവും പൈസയും മാനവും സമയവും എല്ലാം നഷ്ടമാകുന്ന ഇതിലോട്ടൊക്കെ പോകും. അപ്പം നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട്, അപ്പം ആരാ നമ്മുടെ ജ്ഞാനം എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളിൽ തന്നെ ജ്ഞാനം ഇല്ല ജ്ഞാനം എന്നിൽ നാഥ എന്നൊക്കെ നമ്മൾ നിന്റെ ഹിതം പോലെ ഇനി എന്നുള്ള ആ പാട്ടിൽ പാടുന്നത് പോലെ കർത്താവാണ് നമ്മുടെ ജ്ഞാനം. നമ്മളിൽ തന്നെ, നമ്മളുടെ സ്വന്തം ജഡത്തിൽ യാതൊരു നന്മയില്ല, റോമർ 7:18. എന്നാൽ യേശുവിലാണ് ജ്ഞാനത്തിന്റെ എല്ലാ ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള എല്ലാ നിധികളും എല്ലാ നിക്ഷേപങ്ങളും ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുന്നു എന്നൊക്കെ കൊളോസ്യർ 2-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്കറിയാം. ഞാൻ ആ വാക്യം എടുത്തങ്ങ് വായിക്കുക. ഞാൻ ഈ ഒത്തിരി വാക്യങ്ങൾ പുറത്ത് പറയുന്നുണ്ട്, എനിക്കറിയാം. നമ്മളിപ്പം സദൃശവാക്യം 8-ലേക്ക് നമ്മൾ പോയതാ. 1 Corinthians 1:24 നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് ഞാനിവിടെ കൊളോസ്യർ 2-ാം അധ്യായത്തിൽ ഈ വാക്യം അങ്ങ് വായിച്ചേക്കാം. അതിന്റെ 3-ാമത്തെ വാക്യം, കൊളോസ്യർ 2:3, അവനിൽ, അതായത് യേശുവിലെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും. ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എങ്ങനെ ചെയ്യണം, പറയണം, സംസാരിക്കണം, തീരുമാനിക്കണം എന്നൊക്കെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ഹെവൻലി ആയിട്ടുള്ള ദൈവത്തിന്റെ വിസ്റ്റം. പിന്നെ പരിജ്ഞാനം, നോളജ്. മറ്റേത് വിസ്റ്റം ആണെങ്കിൽ, വിസ്റ്റം എന്നുള്ള പദം ഗ്രീക്കില് സോഫിയ എന്നുള്ള പദമാണ്. സോഫിയ എന്നുള്ള പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോഫിയ എന്നുള്ള ആ പദം അതാണ് വിസ്റ്റത്തിന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗ്നോസിസ്, അതാണ് പരിജ്ഞാനം അല്ലെങ്കിൽ നോളജ്. ഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നോയിങ് ഗോഡ്, ദൈവത്തെ അറിയുന്ന അതിനെ കുറിക്കുന്ന ഒരു പദമാണ്. ദേഹിയിലുള്ള ജ്ഞാനമുണ്ട്, ദേഹിയിലുള്ള ഒരു അറിവുണ്ട്, അത് ആ അറിവ് ചീർപ്പിക്കുന്നു എന്ന് നമ്മൾ അതേ ഗ്നോസിസ് എന്നുള്ള പദം തന്നെ അവിടെ 1 Corinthians 8:1 അറിവ് ചീർപ്പിക്കുന്നു. നമ്മളുടെ ദേഹിയിൽ നമുക്ക് എനിക്ക് അത്രയും ബൈബിൾ അറിയാം, എനിക്ക് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ അറിയാം, നമ്മളുടെ ദേഹിയിലുള്ള അറിവായിട്ട് മാത്രം ഇരിക്കുവാണെങ്കിൽ ഈവൻ ആത്മീയെന്ന് തോന്നിക്കുന്ന അറിവ് തന്നെ നമുക്ക് മറ്റുള്ളവരെ പുച്ഛിക്കാനോ, എനിക്ക് ഇവരെക്കാട്ടി കൂടുതൽ നന്നായിട്ട് ബൈബിൾ അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇവരെക്കാട്ടി കൂടുതലായിട്ട് കറക്റ്റായിട്ടുള്ള ഡോക്ടറിനെ അറിയാം എന്നുള്ളത് നമ്മളെ മറ്റുള്ളവർ പുച്ഛിക്കാൻ ഇടയാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദേഹിയിലുള്ള ഒരു അറിവാണ്. അങ്ങനെയുള്ള അറിവ്, അത് ദേഹിയിലുള്ള അറിവെല്ലാം ചീർപ്പിക്കും. എന്താണ് ചീർപ്പിക്കുക വെച്ചാൽ നോളജ് മേക്സ് ആരഗന്റ്, നമുക്ക് പ്രൈഡ്, നിഗളത്തിലേക്ക് നയിക്കും.
എന്നാൽ ലവ് എഡിഫൈസ്. അപ്പൊ ആ ദേഹിയിലുള്ള അറിവല്ല, മറിച്ച് ആത്മാവില് നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തുവിനെ അറിയുന്ന ഒരു അറിവ്. നോയിങ് ഗോഡ്, കർത്താവിനെ നമ്മളെല്ലാം എല്ലാമായിട്ട് അറിയുന്ന, കർത്താവിന്റെ ആ താഴ്മ അറിയുന്ന, കർത്താവിന്റെ ആ സൗമ്യത അറിയുന്ന. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും യേശുവിൽ നിന്നുള്ള സൗമ്യതയും യേശുവിൽ നിന്ന് ആ താഴ്മ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ ആ കർത്താവിൽ നിന്നുള്ള, കർത്താവിനെ അറിഞ്ഞുകൊണ്ട്, കർത്താവിന്റെ മുഖത്തിന് കീഴിൽ ആ ഒരു സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ അറിഞ്ഞ് ഉള്ള ഒരു ജീവിതം. അപ്പൊ അത് ഗ്നോസിസ്, ആ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും യേശുവിൽ ഗുപ്തമായിട്ട്, ഹിഡനായിട്ട് മറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ യേശുവാണ്, തിരിച്ച് 1 Corinthians 1:24 വരുമ്പോൾ യേശുവാണ് നമ്മുടെ ശക്തി. നമുക്ക് എന്ത് കാര്യത്തിലും, ചിലപ്പോൾ നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ചിലപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് ശാരീരികമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. പക്ഷെ കർത്താവിന് നമ്മളെ ശക്തിപ്പെടുത്താൻ ഒക്കും. നമ്മളെ നമ്മളങ്ങ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് നമ്മെ തന്നെ അങ്ങ് പൂജ്യമായിട്ട്, സീറോ ആയിട്ട്, നമ്മളെ എപ്പോഴും കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും സീക്രട്ട്, എല്ലാത്തിൻ്റെയും രഹസ്യം എന്ന് പറയുന്നത് താഴ്മയാണ്. സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി, ഹ്യൂമിലിറ്റി. നമ്മെ തന്നെ അങ്ങ് സീറോ ആയിട്ട് താഴ്ത്തുമ്പോൾ പരിശുദ്ധാത്മ എപ്പോഴും ആ നമ്മെ തന്നെ അങ്ങ് താഴ്ത്താൻ, ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് കീഴടങ്ങി നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറയുമ്പോൾ നമുക്ക് എല്ലാത്തിനുള്ള ശക്തി, ഈവൻ ആത്മീയമായിട്ടുള്ള ശക്തി മാത്രമല്ല, നമ്മളുടെ ദേഹിയിലും ഉള്ള ഒരു ഉണർവ്, നമ്മളുടെ ചിന്തയിലും തീരുമാനങ്ങളിലും വികാരങ്ങളിലും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തോടെ ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും, പിന്നെന്താ, ദേഹത്തിലും ആ, ദേഹത്തിലും നമുക്ക് ശക്തി നൽകാൻ ദൈവത്തിന് സാധിക്കും. ശരിയാണ്, നമുക്ക് റെസ്റ്റ് എടുക്കണം, ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ, ശാരീരികമായിട്ടുള്ള ക്ഷീണതയും കാര്യങ്ങളൊക്കെ യേശുവിന് പോലും ഉണ്ടായിരുന്നു. ഏറ്റവും ആത്മാവിന്റെ നിറകുടമായിരുന്ന, ആത്മാവിനാൽ അളവില്ലാതെ നിറയപ്പെട്ടിരുന്ന യേശുവിന് പോലും ശാരീരികമായ ക്ഷീണം ഉണ്ടായിരുന്നു. കർത്താവ് വിശ്രമിച്ചതായിട്ടൊക്കെ നമ്മുടെ കർത്താവ് ആ, യോഹന്നാൻ 4-ാം അധ്യായത്തിലൊക്കെ സമരിയ പട്ടണത്തിലൂടെ വരുന്നു, അവര് കർത്താവ് ക്ഷീണിച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ശാരീരിക ക്ഷീണം സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ശരീരത്തിലെ മർത്തശരീരത്തിൽ നമ്മളായിരിക്കും ഉണ്ടാകും. പക്ഷെ എന്നാൽ അതിനെ കവിയുന്ന ഒരു ദൈവത്തിന്റെ ഒരു ആ ശാരീരിക ക്ഷീണത്തിനിടയിലും കർത്താവ് ആത്മീയമായിട്ട് ഏറ്റവും അളവില്ലാതെ നിറയപ്പെട്ടുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് ശമരിക്കാത്ത സ്ത്രീ വന്നപ്പോൾ, അയ്യോ ഞാൻ ക്ഷീണിച്ചിരിക്കുക, പിന്നെങ്ങാണ് ഇവളോട് കർത്താവിനെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഞാനാണ് മിശിഹ എന്നുള്ള കാര്യം പിന്നെങ്ങാണ് വെളിപ്പെടുത്താം, ഇപ്പൊ എനിക്ക് ഒത്തിരി ടയേർഡാ, എനിക്ക് മൂഡ് ശരിയല്ല, അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് എന്തോ ആരോ പറഞ്ഞ പോലെ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാത്ത സമയമാണ്, അതുകൊണ്ട് അധികം അടുത്ത ആരും വരരുത് എന്ന് പറഞ്ഞ പോലെ കർത്താവ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയം, അങ്ങനെ ഒരു സമയം ഇല്ലായിരുന്നു. മറിച്ച് കർത്താവ് ശാരീരിക ക്ഷീണമാണെങ്കിലും എപ്പോഴും പിതാവിനോടുള്ള പെർഫെക്റ്റ് കമ്മ്യൂണിയനിൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഒരു സംസർഗത്തിലായിരുന്നു യേശു കർത്താവ് ഉണ്ടായിരുന്നത്. അപ്പോൾ കർത്താവ് ആ, കർത്താവിന് ആ, ആ ക്ഷീണത്തെ എല്ലാം കവിയുന്ന ദൈവാത്മാവിന്റെ ശക്തിയോടെ ആ, അവിടെ എന്താ, ജീവജലത്തിന്റെ നീരുറവയെക്കുറിച്ച്, അതിന്റെ വലിയ ഒരു കിണറിനെ കുറിച്ചും നീരുറവയെക്കുറിച്ചും ഒക്കെ, നിത്യജീവനിലേക്ക് പൊങ്ങുന്ന നീരുറവയാകുന്ന ജീവജലത്തിന്റെ, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനെ കുറിച്ചും സത്യ ആരാധനയെക്കുറിച്ചും ഒക്കെ, ആത്മാവിന്റെ സത്യത്തിലുള്ള ആരാധനയെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കർത്താവിന് ആ ക്ഷീണമൊന്നും ഒരു തടസ്സമായിരുന്നില്ല. അപ്പൊ അവൻ അവിടുന്ന് അഭിഷിക്തനായിരുന്നു. അവിടുന്ന് നമ്മെ പോലെ തന്നെ ഒരു മനുഷ്യനായിട്ടാണ് വന്നേ, നമ്മെ പോലെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടുകൊണ്ട്. എന്നാ അവിടുന്ന് സമ്പൂർണ്ണമായിട്ടും പിതാവിന് കീഴടങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത ശക്തി, അങ്ങനെ ആ ക്രിസ്തുവാണ് ഇന്ന് നമുക്ക്, ആ ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കാണ് ഇന്ന് ശരീരമാകുന്ന നമ്മളിലേക്കും, ശരീരത്തിന് ഓരോ അവയവങ്ങളാകുന്ന നമ്മളിലേക്കും പകർന്നു ഒഴുകുന്നത്. നമ്മളും ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ ശക്തിയാണ്, കർത്താവ് നമ്മുടെ ജ്ഞാനമാണ്. അപ്പൊ നമ്മളത് എവിടെ എവിടെ വായിച്ചു? 1 Corinthians 1:24 വായിച്ചു. അത് നമ്മൾ എന്തിനാ പറഞ്ഞു വരുന്നത് വെച്ചാൽ, കർത്താവ് നമ്മുടെ കൂടെ കൂടാരമായിട്ട് വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം സദൃശവാക്യത്തിൽ പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വഴിമാറി വന്നതാ. നമുക്ക് തിരിച്ച് സദൃശവാക്യത്തിലേക്ക് പോകണം. അതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു 1 Corinthians 1:24 ഉണ്ട്, പിന്നെ ഏത് വാക്യത്തിലുണ്ടെന്ന് പറഞ്ഞു? 30-ാമത്തെ വാക്യത്തിലുണ്ടെന്ന് പറഞ്ഞു. 1 Corinthians 1:30 വാക്യത്തിലും യേശു കർത്താവ് നമ്മളുടെ വിസ്റ്റമാണ്. ഇപ്പം എന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കാണും. അപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുന്നല്ല, ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, പ്രൊഫഷണൽ കോഴ്സിലാവട്ടെ, നമ്മളെ വേറെ എവിടെല്ലാം ആണെങ്കിലും നമുക്ക് ദൈവത്തിന്റെ ഒരു ജ്ഞാനം, കർത്താവ് നമ്മളെ ജ്ഞാനമായിരിക്കുമ്പോൾ അത് നമുക്ക് ഗുരുക്കന്മാരെക്കാട്ടിലും എനിക്ക് അറിയാൻ കഴിയുന്നു എന്നൊക്കെ സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. ഞാനിത് പറഞ്ഞു പറഞ്ഞ് പിന്നെ അത് നമുക്ക് എനിക്കവർക്ക് അറിയാവുന്ന വാക്യമായിരിക്കും. 119-ാം സങ്കീർത്തനത്തിന്റെ 98, 99, 100 വാക്യങ്ങളിൽ അത് പറയുന്നേ. ഞാൻ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് ഇനിയിപ്പോ 119-ാം സങ്കീർത്തന വാക്യം ഞാൻ അങ്ങ് എടുത്ത് വായിക്കാം. അതായത് കർത്താവ് നമ്മൾ ജ്ഞാനമായിരിക്കുമ്പോൾ എന്ന് പറയും, കർത്താവിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ
അങ്ങനെ കർത്താവിന്റെ ജ്ഞാനം നമുക്ക് വരുന്നേ. നമ്മള് സദൃശവാക്യത്തിൽ നമുക്കൊരു വിരലുണ്ട്. കുന്നുകുറുന്നർ 1-ാം അധ്യായത്തിൽ നമ്മളുടെ വിരൽ വിട്ടുപോയിട്ടില്ല. നമുക്ക് തിരിച്ച് വരണം. നമ്മുടെ സങ്കീർത്തനം 119, ആ സങ്കീർത്തനം അതിന്റെ 98, 99, 100. 100 സെഞ്ചുറി എല്ലാവർക്കും ഓർക്കാൻ എളുപ്പമുണ്ട് അല്ലേ? ഏറ്റവും ലോങ്സ്റ്റ് സാമാണ് 119-ാം സങ്കീർത്തനം. അപ്പൊ എന്റെ 100-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും ഏറിയവനാകുന്നു. അപ്പം വയസ്സ് ചെന്ന ആൾക്കാർക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും അനുഭവ പരിചയത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു വലിയ പ്രായോഗിക ജ്ഞാനം ഉണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരാൾക്ക് വയോധികന്മാരെയൊക്കെയാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു വയോധികന്മാർക്ക് ഉണ്ടാകുന്ന ജ്ഞാനത്തെക്കാട്ടിലും വലിയ ജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അവിടെ 100-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിൽ ഞാൻ വായിക്കാം, 98-ഉം 99-ഉം. അവിടെ 98-ല് പറയുന്നത്, നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. നമുക്ക് നമ്മളാരെയും ശത്രുക്കളായിട്ട് കാണേണ്ടതില്ല. എന്നാൽ വേറെ ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് ശത്രുക്കളായിട്ട് കണ്ടാൽ പോലും ചിലപ്പം ക്ലാസ്സില് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. അവർ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായിട്ടായിരിക്കും കാണുന്നത്. നമുക്കാരും ശത്രുക്കളായിരിക്കരുത്. എല്ലാവരും നമുക്ക് ഈ മാർക്ക് കുറച്ച് കൂടുകയോ കുറയുകയൊക്കെ ചെയ്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. കർത്താവിന് നമ്മൾ എല്ലാം പഠിക്കുകയും എല്ലാം ചെയ്യുക എന്നുള്ളത് കാര്യമായിട്ടുള്ളത്. അപ്പം എന്ന് ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ ശത്രുവായിട്ടോ എതിരാളിയായിട്ടോ കണ്ടാൽ പോലും, നിന്റെ കൽപ്പനകൾ എന്നെ എന്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. എപ്പോഴും ഈ ദൈവത്തിന്റെ വചനം എൻ്റെ പക്കലുണ്ട്. 99-ാമത്തെ വാക്യം, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുകയുണ്ട്. എന്റെ ധ്യാനം വേറെ എന്തെങ്കിലും ലോകത്തിലെ സിനിമാ കഥകളോ ലോകത്തിലെ ലൗകികമായിട്ടുള്ള വേറെ ജടികമായിട്ടുള്ള കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളോ, അത് ഇനോ പത്രവാർത്തകളും കാര്യങ്ങളും ഒക്കെ ശരിയാ, പത്രവാർത്ത കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു, കാര്യങ്ങൾ ലോകത്ത് എന്താ നടക്കുന്നതൊക്കെ നമ്മൾ നോക്കുന്നു. പക്ഷെ നമ്മുടെ ധ്യാനം എപ്പോഴും അതും ഇതും ഒക്കെ ലോകത്തിന്റെ കാര്യങ്ങളോ അത് തന്നെ അങ്ങ് അതിൽ തന്നെ അങ്ങ് അഭിരമിച്ചുകൊണ്ടിരിക്കാതെ കർത്താവിന്റെ വചനങ്ങളാ എന്റെ ധ്യാനമായിരിക്കുന്നുണ്ട്. ബിക്കോസ് ഐ മെഡിറ്റേറ്റ് ഓൺ ദൈ പ്രീസെപ്റ്റ്സ്. അതാ നമ്മളിവിടെ വായിക്കുന്നത്, യോ ടെസ്റ്റിമണീസ് ആർ മൈ മെഡിറ്റേഷൻ. എന്റെ മെഡിറ്റേഷൻ, എന്റെ ധ്യാനം അവിടുത്തെ സാക്ഷ്യങ്ങൾ, അവിടുത്തെ വചനം ആയതുകൊണ്ട് എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. എന്നെ പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും ആ ചില കാര്യങ്ങളിൽ നമുക്ക് ദൈവം തന്നെ ഒരു കാര്യങ്ങളിൽ ഒരു ഇൻസൈറ്റും കോൺസെപ്റ്റ്സ്, അത് ഡീപ്പായിട്ട് അതിന്റെ ആശയങ്ങളും കോൺസെപ്റ്റ്സും ഒക്കെ മനസ്സിലാക്കാനും നമുക്ക് പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും ഒരു ജ്ഞാനത്തോടെ അരിപ്പാൻ ദൈവത്തിന്റെ ജ്ഞാനം നമ്മളെ സഹായിക്കും. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കില്ലാതെ 100-ാമത്തെ വാക്യം, വയോധികന്മാരിപ്പം ശത്രുക്കളെക്കാട്ടിലും സകല ഗുരുക്കന്മാരെക്കാട്ടിലും വയോധികനെക്കാട്ടിലും ഒക്കെ നമ്മളെ ജ്ഞാനമുള്ളവരാക്കുവാനും ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. ഈ ജ്ഞാനം നമ്മളോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ജ്ഞാനത്തെ കുറിച്ച് ഇതേ 119-ാം സങ്കീർത്തനത്തില് അൺഫോൾഡിങ് ഓഫ് ദ വേർഡ്സ് ഗീവ് വിസ്ഡം എന്ന് നമ്മൾ വായിക്കുന്നു. ഈ വചനത്തിന്റെ ചുരുള കഴിഞ്ഞു വരുമ്പോഴാണ് നമുക്ക്, അതായത് 130-ാമത്തെ വാക്യം, 119-ാം സങ്കീർത്തനത്തിന്റെ 130-ാമത്തെ വാക്യത്തില്, നിന്റെ വചനങ്ങളുടെ വികാസനം, അൺഫോൾഡിങ്, വികാസനം, ഇങ്ങനെ ചുരുളഴിഞ്ഞു വരുന്നത് പോലെ വികാസനം പ്രകാശപ്രദമാകുന്നു, പ്രകാശം നൽകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നമ്മുടെ ഇറ്റ് ഗിവ്സ് അണ്ടർസ്റ്റാൻഡിങ് ടു ദ സിമ്പിൾ. നമ്മൾ ഒരുപക്ഷെ അല്പബുദ്ധികളായിരിക്കും, വലിയ കഴിവോ വലിയ സാമർഥ്യമൊന്നും കാണത്തില്ല. പിന്നെ അല്പബുദ്ധികൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇറ്റ് ഗിവ്സ് അണ്ടർസ്റ്റാൻഡിങ് ടു ദ സിമ്പിൾ. നമുക്ക് താഴ്മയോടെ ഒരു ശിശുഹൃദയത്തോടെ ജ്ഞാനികളെയും വിവേകികളെയൊക്കെ മറിച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മത്തായി 11:25 വായിക്കുന്ന പോലെ, ശിശുഹൃദയത്തോടെ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം, ആത്മീയമായിട്ടുള്ള ജ്ഞാനം, പിന്നെ ഭൗതികമായിട്ട് നമ്മുടെ ജോലിയിലോ നമ്മുടെ പഠിത്തത്തിലോ ഒക്കെ നമുക്ക് വീണ്ടുന്ന നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് അത് മാസ്റ്റർ ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ, അതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ജ്ഞാനം ദൈവത്തിന് തരാൻ സാധിക്കും. ഡാനിയലിനും അവന്റെ കൂട്ടുകാർക്കും എല്ലാ വിഷയങ്ങളിലും ദൈവം ജ്ഞാനം കൊടുത്തു എന്നുള്ള വാക്യം കൂടെ ഞാനങ്ങ് വായിക്കാം. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ ജ്ഞാനത്തിന്റെ, ഇപ്പൊ ഇന്നത്തെ റെവലേഷന്റെ ബൈബിൾ സ്റ്റഡി മാറി ജ്ഞാനത്തിന്റെ ബൈബിൾ സ്റ്റഡി ആയിപ്പോയോ എന്ന് ഒരു ഡൗട്ട്. എന്തായാലും ദാനിയേൽ 1-ാം അധ്യായത്തിലെ നമ്മളുടെ വിദ്യാർത്ഥികളായിട്ടുള്ള മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ദാനിയേൽ 1-ാം അധ്യായത്തിലെ അത് വളരെ എൻകറേജിങ് ആയിട്ടുള്ള, എന്റെ പഠിത്തകാലത്തൊക്കെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ്. സാക്ബേർ പറഞ്ഞിട്ടുണ്ട്, ബ്രദറിന് 4 മക്കൾക്കും ഈ ഒരു വാക്യം അവർക്ക് അതൊരു പ്രോമിസ് ആയിട്ട്
ദൈവത്തിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞ് അവർക്കത് എഴുതി കൊടുക്കുകയോ എന്തോ ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ദാനിയേൽ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം, വിദ്യാർത്ഥികളായിട്ടുള്ളവരെ സംബന്ധിച്ചോളം പഠിത്തം ഒരു വലിയൊരു കീറാമുട്ടിയും അവർക്ക് വലിയൊരു കടമ്പയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ഇവിടെ ദാനിയേൽ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ഈ 4 ബാലന്മാർക്കോ, ആർക്കാ? ദാനിയേല്, ശദ്രക്, മേശക്, അബേദ്നെഗോ, അവര് ദൈവത്തിന്റെ ദൈവത്തിനായിട്ട് അവർ സ്റ്റാൻഡ് എടുത്തു. ലോകത്താല് കറപെടാതെ അവര് ആ, അവർക്ക് എന്തും ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന തങ്ങള് യഹൂദന്മാരുടെ നിയമപ്രകാരം, കർത്താവിന്റെ കൽപ്പന പ്രകാരം ഉള്ളത് തങ്ങളെ ഭക്ഷിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ അവര് അവര് തീരുമാനമെടുത്തു. ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. അത് കണ്ട് ശദ്രക്, മേശക്, അബേദ്നെഗോവും ഒരു തീരുമാനമെടുത്തതായിട്ട് നമ്മൾ ദാനിയേൽ 1-8 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും, നാം ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുന്നു. 1 ശമൂവേൽ 2-ന്റെ 30-ാമത്തെ വാക്യം. ഫസ്റ്റ് സാമുവേൽ 2:30, 1-2-3-0. ഫസ്റ്റ് സാമുവേൽ 2:30-30. അത് ഈ 4 ബാലന്മാർക്ക് ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിനും നിപുണതയിലും സാമർഥ്യവും കൊടുത്തു. അപ്പൊ ദൈവം നമുക്ക് ജ്ഞാനവും നിപുണതയും സാമർഥ്യവും ഒന്നും തന്നില്ലെങ്കിൽ നമ്മള് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ദൈവം നമുക്കത് തരും. നമുക്ക് വേണ്ടത്, നമ്മളിപ്പോ എന്തോ ലോകത്തിലെ ഏറ്റവും മില്യനർ ആവാൻ വേണ്ടിയുള്ള സാമർഥ്യമൊന്നും നമുക്ക് വേണ്ട. കർത്താവ് നമ്മളെ കുറിച്ച് എന്താണോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനിലേക്ക് എത്താൻ തക്കവണ്ണമുള്ള ഒരു സാമർഥ്യവും നിപുണതയും. സാമർഥ്യം എന്ന് പറയുമ്പോൾ ഈ ലോകക്കാരുടെ ഭയങ്കര സാമർഥ്യം ആ ഒരു അർത്ഥത്തിലല്ല, മറിച്ച് ആ ഒരു എക്സലൻസ്. അത് ഗോഡ് ഗേവ് ദം ആസ് ഫോർ ദീസ് 4 യൂത്ത്സ്. യൗവനക്കാരുള്ള ഇതൊക്കെ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ദാനിയേൽ 1-17, ഡാനിയേൽ 1:17. ആസ് ഫോർ ദീസ് 4 യൂത്ത്സ് ഗോഡ് ഗേവ് ദം നോളജ് ആൻഡ് ഇന്റലിജൻസ് ഇൻ എവറി ബ്രാഞ്ച് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് വിസ്റ്റം. എല്ലാ ലിറ്ററേച്ചർ ആൻഡ് വിസ്റ്റം ഇതിലൊക്കെ ദൈവം അവർക്ക് നോളജും ഇന്റലിജൻസും ഒക്കെ കൊടുത്തു, നിപുണതയും സാമർഥ്യവും ഒക്കെ കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ഡാനിയേൽ ഈവൻ അണ്ടർസ്റ്റുഡ് ഓൾ കൈൻഡ്സ് ഓഫ് വിഷൻസ് ആൻഡ് ഡ്രീംസ്. ദൈവത്തിന് നമ്മളുടെ ഏത് പ്രൊഫഷനാണെങ്കിലോ, നമ്മളുടെ ഏത് ഫീൽഡ് ആണെങ്കിലോ അവിടെ ഏറ്റവും എക്സലന്റ് ആയിട്ട്, ഒരുപക്ഷെ നമ്മൾ ഉദ്യോഗസ്ഥരായിരിക്കും, നമ്മൾ ചിലപ്പം അധ്യാപകരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ ആ ഫീൽഡിൽ ഏറ്റവും എക്സലന്റ് ആയിട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഞാൻ ഏത് ഏത് പേഷ്യന്റിന് എങ്ങനെയുള്ള മരുന്ന്, എങ്ങനെയുള്ള കൗൺസിലിംഗ് കൊടുക്കണം എന്ന് എന്നെ പോലുള്ളവർക്ക്, സൈക്യാട്രിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ വേറെ ഓരോ ഫീൽഡിലുള്ളവർക്ക്, ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരുണ്ട്, അല്ലെങ്കിൽ വേറെ നഴ്സിംഗ് ഫീൽഡിലുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള നമ്മളുടെ സഹോദരിമാരുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, അടുക്കളയിലെയും വീട്ടിലേക്ക് ജോലികളും കാര്യങ്ങളൊക്കെ എങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ സമയം വെറുതെ കളയാതെ എന്തൊക്കെ ജ്ഞാനത്തോടെ ചെയ്യണം, ഓരോ കാര്യത്തിലും ദൈവത്തിന്റെ ജ്ഞാനം ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ജ്ഞാനം. അപ്പൊ ഈ ജ്ഞാനം സദൃശ്യമൊക്കെ 8-ാം അധ്യായത്തിലാണ്. അങ്ങനെ 1 തിരിച്ചു വരുന്നെന്ന് പറഞ്ഞായിരുന്നു. 1 നമ്മൾ വായിച്ചു. കർത്താവാണ് നമ്മുടെ ശക്തി, കർത്താവാണ് നമ്മുടെ ജ്ഞാനം. ക്രൈസ്റ്റ് ഇസ് മൈ പവർ. ആ ഒരു കാര്യം നമ്മുടെ വേണ്ടത്ര എംഫസൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ക്രൈസ്റ്റ് ഇസ് മൈ പവർ എന്നാണ് നമ്മളവിടെ 1 വായിക്കുന്നത്. കർത്താവിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തു, അഭിഷിക്തനായ ക്രിസ്തു. അവിടുന്നാണ് എന്റെ ജ്ഞാനം. അതേ കാര്യം തന്നെ വീണ്ടും 30-ാമത്തെ വാക്യം 1 നമ്മൾ വായിച്ചു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. നമ്മൾ എവിടെ ഇരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ചെയറിലോ ബെഞ്ചിലോ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ആത്മീയമായിട്ട് പറഞ്ഞാല് നാം നമ്മുടെ ആത്മാവിന്റെ തലത്തിൽ, നമ്മുടെ പരിശുദ്ധാത്മാവ്, സ്വർഗത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നപ്പോൾ, നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ സ്വർഗത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നപ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട അതിന് സമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാ നമ്മൾ എഫേസ്യർ 2-6-7 വാക്യങ്ങളിൽ വി ആർ സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നത്. ആത്മാവിന്റെ തലത്തിൽ നമ്മൾ എവിടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ സ്വർഗീയ സ്ഥലത്താണ്. പരിശുദ്ധാത്മാവ്, സ്വർഗത്തിന്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. ആത്മാവിന്റെ തലത്തില്, ദേഹിയുടെ തലത്തിലും കൂടെ സ്വർഗത്തിന്റെ കൺട്രോളിലേക്ക് നമ്മൾ വരണം. അതാ നിങ്ങളുടെ മനസ്സും അവിടത്തിന് ഉറപ്പിക്കുവിൻ എന്നൊക്കെ കൊളോസ്യർ 3-2 നമ്മൾ വായിക്കുന്നത്. ഉയരത്തിലുള്ളത് ചിന്തിക്കുവിൻ, അല്ലെങ്കിൽ സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബവ്. നമ്മൾ ഇതിനെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളൊന്ന് നിറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ദേഹിയും നമ്മുടെ സ്വർഗത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. പിന്നെ അങ്ങനെ ജീവിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ദേഹവും കർത്താവിന്റെ പുനരുദ്ധാന ശരീരത്തോടെ കർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് വാഴും എന്ന്, കർത്താവിനോട് കൂടെ സിംഹാസനത്തില് സീറ്റ് പങ്കിട്ടുകൊണ്ടിരുന്ന് വാഴുന്ന കാര്യമൊക്കെയാണ് നമ്മള് വെളിപാട് 3-21 ലവോദിക്ക സഭയോട് പറയുന്നത്. അപ്പം സ്വർഗത്തിൽ തങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ എവിടെ ഇരുത്തിയിരിക്കുന്ന കാര്യം ഇവിടെ വായിക്കുന്നത്. നിങ്ങളോ അവനാൽ
ക്രിസ്തു യേശുവിൽ ബിക്കോസ് ഓഫ് ബൈ ഹിസ് ഡൂയിങ് ദൈവം ചെയ്തതാ. നമ്മളായിട്ട് എനിക്ക് സ്വർഗ്ഗത്തിൽ കയറിയിരിക്കണമെന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കരുണയാൽ ദൈവം നമുക്ക് പാപികളാണെന്നുള്ളൊരു ബോധ്യം തരികയും ആ, ആ ദൈവത്തിന്റെ ആ പ്രേരണയ്ക്ക് നമ്മൾ പ്രതികരിക്കുകയും അങ്ങനെ ആ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. കർത്താവ് മാത്രമേ രക്ഷകനായിട്ടുള്ളൂ എന്നുള്ളൊരു വെളിപ്പാട് ദൈവം തന്നു. നമ്മെ തന്നെ നമ്മളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ യുനോ ദൈവത്തിന്റെ പ്രവൃത്തി, അവന്റെ പിതാവിന്റെ പ്രവൃത്തിയാൽ ഞാൻ ക്രിസ്തുയേശുവിൽ എന്റെ സ്ഥാനം, യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്, യു ആർ ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്നു. അവൻ നമുക്ക് ഈ ക്രിസ്തുയേശു നമ്മളെ ഇപ്പൊ യേശുവിലായിരിക്കുന്നേ, വി ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു നമ്മൾ യേശുവിൽ ആയിരിക്കുകയാണെങ്കിൽ, യേശുവിൽ വസിക്കുകയാണെങ്കിൽ യേശു നമ്മളിലും വസിക്കും. ഇൻ ക്രൈസ്റ്റ്, എഫേസ്യൻസിൽ നമ്മളത് വായിക്കുന്നു, ക്രൈസ്റ്റ് ഇൻ അസ്, നാം ക്രിസ്തുവിൽ എന്ന എഫേസ് ലേഖനത്തിൽ വായിക്കുന്നെങ്കിൽ ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മളിൽ വാഴുന്നു വസിക്കുന്നു എന്നൊക്കെയാണ് കൊളോസ്യർ 1:27 കൊളോസി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നാം ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മളിലും വസിക്കും. യോഹന്നാൻ 15:4 വാക്യം. അപ്പൊ ഇവിടെ ക്രിസ്തു നമ്മളിലായിരിക്കുമ്പോൾ, നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ അവൻ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മൾ ആ പാട്ടിലൊക്കെ പാടുന്നുണ്ടല്ലോ, വാഴ്ത്തുന്നേ യേശു നായകൻ എന്നൊക്കെ നമ്മൾ വാഴ്ത്തുന്നേ യേശു നാഥനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുമ്പോൾ അവിടുന്ന് നീയൻ ജ്ഞാനം നീതി ശുദ്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്നുണ്ട്. ഏതാ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും എല്ലാം ആരാന്ന് ചോദിച്ചാൽ എൻ്റെ യേശുവാണ് എൻ്റെ ജ്ഞാനം, എൻ്റെ നീതി, കർത്താവ് എനിക്ക് നീതീകരണം, കർത്താവിൻ്റെ നീതി എനിക്ക് തന്നിരിക്കുന്നു. ഇന്ന് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷനും കർത്താവാണ് എനിക്ക് സഹായിക്കുന്നത്. വീണ്ടെടുപ്പ് കർത്താവ് വരുമ്പോൾ മറുരൂപമായി തീരും, അതും കർത്താവിന്റെ പ്രവൃത്തിയാണ്. എല്ലാം കർത്താവാണ് എൻ്റെ ജ്ഞാനം. അപ്പൊ ഈ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ തിരിച്ച് ഞാനിപ്പോ പറയാൻ വന്ന വാക്യ സദൃശവാക്യം 8-ാം അധ്യായം. യേശു കർത്താവ് നമ്മളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാരം, അവിടെ സ്വർഗത്തിൽ ഒരു കൂടാരം എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ കണ്ടു. അതാ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് സദൃശവാക്യത്തിലേക്ക് വന്നത്. അപ്പൊ സദൃശവാക്യത്തില് അവിടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു രംഗമാണ് നമ്മൾ സദൃശവാക്യം 8-ാം അധ്യായത്തിന് 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ അവിടെ നമ്മൾ എന്താ വായിക്കുന്നേ? ദൈവം ഈ ജ്ഞാനത്തിലൂടെ സകലവും സൃഷ്ടി ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അവിടെ അതിന്റെ 29-ാമത്തെ വാക്യം, വെള്ളം അതിന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിര് വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും. സമുദ്രത്തിന് അതിര് വെക്കുന്ന ഒരു കാര്യം, സമുദ്രത്തിന് അതിര് ഇപ്പം സമുദ്രം ഇതിന് അതിരെന്ന് പറഞ്ഞാൽ വലിയ 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 കോൺക്രീറ്റ് ഭിത്തികളൊന്നുമല്ല, വെറും മണലാണ്. അവിടെ നമ്മൾ ഏത് ബീച്ചിൽ പോയാലും എല്ലാം മണല. അപ്പൊ ഈ മണല് കൊണ്ട് സമുദ്രത്തിന് അതിര് വെച്ചേക്കുക ദൈവം. അത് ദൈവത്തിന്റെ ജ്ഞാനത്തെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആ സമുദ്രം എപ്പോഴെങ്കിലുമൊക്കെ അത് അതിക്രമിച്ച് വരുമ്പോഴാണ് പിന്നെ ഓരോ നാശനഷ്ടങ്ങളും സുനാമി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ആ മണലിനെ സമുദ്രത്തിന് അതിരാക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ യോബിന്റെ പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ നമ്മൾ വായിക്കുന്ന സമുദ്രത്തിന് വെള്ളം അതിന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിര് വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഐ വാസ് ബിസൈഡ് ഹിം ആസ് എ മാസ്റ്റർ വർക്ക്മാൻ. ആരാ പറയുന്നത് വെച്ചാൽ ജ്ഞാനം ആരാന്ന് നമ്മളിപ്പം കണ്ടേ? യേശു കർത്താവ് ജ്ഞാനം. അപ്പൊ ഈ യേശു കർത്താവ് യേശുവാകുന്ന വചനത്തിലൂടാണ് പിതാവ് സകലവും സൃഷ്ടി ചെയ്തത്. ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അല്ലെങ്കിൽ സൗരഗോളങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഓരോന്നും, വൃക്ഷങ്ങളും സസ്യലതാദികളൊക്കെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവിടെ ഈ ജ്ഞാനം പിതാവിന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഐ വാസ് എ മാസ്റ്റർ വർക്ക്മാൻ ആൻഡ് ഐ വാസ് ഡെയിലി ഹിസ് ഡിലൈറ്റ്. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനംപ്രതി അവന്റെ പ്രമോദമായിരുന്നു. പിതാവും പുത്രനുമായിട്ടുള്ള ആ ഒരു സ്നേഹ സംസർഗം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലൂടെയുള്ള സ്നേഹ സംസർഗം, ആ സകല സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ആ ഒരു സ്നേഹം, ആ സൃഷ്ടിപ്പിന്റെ സമയത്തൊക്കെ ഉള്ള ആ ഒരു ദൈവത്തിൻ്റെതായ സ്നേഹ സംസർഗം, ആ സമയത്തും പ്രവചനാത്മാവിൽ വീണ്ടും ഇനി സൃഷ്ടിക്കാനിരിക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ള ഒരു പ്രവചനാത്മാവിൽ ഒരു വാക്യവും കൂടെ അവിടെ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. സദൃശവാക്യം 8:31 അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു, എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടിയായിരുന്നു. മനുഷ്യപുത്രന്മാരെയൊക്കെ ദൈവം സൃഷ്ടിക്കുന്നേ ഉള്ളൂ, എന്നാൽ ദൈവത്തിന്റെ പ്രമോദം ആ മനുഷ്യപുത്രന്മാരോട് കൂടെ താൻ വസിക്കും എന്നുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ അപ്പനും അമ്മയും
ആവുമ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം ഉള്ള ഒരു സാമീപ്യവും വാസവും നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അപ്പനന്മാരോട് കൂടെ ആയിരിക്കുന്ന അത്ര സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞ പോലെ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. നമ്മളത് ഉൽപ്പത്തി മുതലേ കണ്ടു. ഉൽപ്പത്തി 1-2 അധ്യായത്തിലെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ സമാഗമന കൂടാരം മോശയോട് ദൈവം പറഞ്ഞു ഉണ്ടാക്കുമ്പോൾ, എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ വസിക്കാൻ വേണ്ടിയാണ് നമ്മള് അവിടെ എക്സോഡസ് പുറപ്പാട് പുസ്തകം 25-8 വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ച്. പിന്നീട് ദൈവത്തോട് ചേർന്ന് വസിക്കാനായിട്ട് പലരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ദൈവത്തിന് ഹൃദയപ്രകാരം ഉണ്ടായിരുന്ന ദാവീദും ഒക്കെ ആ ദൈവത്തിന്റെ ആലയത്തിൽ എനിക്ക് എപ്പോഴും വസിക്കണം എന്ന് പറഞ്ഞ് ആ, താൻ സങ്കീർത്തനം എഴുതുന്ന കാര്യമൊക്കെ നമുക്കറിയാം. 27 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തില് ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ ദാവീദിനെ പിൽക്കാലത്തൊക്കെ ദാവീദിന് പല വീഴ്ചകളും താഴ്ചകളൊക്കെ ഉണ്ടായി. എന്നാൽ ദാവീദിന്റെ അത് ഹോൾ ഹാർട്ടഡ് ആയിട്ട് ദാവീദ് അവിടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. എന്ന ശൗല് തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സങ്കീർത്തനം 27 എഴുതുന്നത്. ആ സമയത്തും ദാവീദിന്റെ ആഗ്രഹം എനിക്ക് എപ്പോൾ രാജകൊട്ടാരത്തിൽ ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കണം എന്നുള്ളതല്ല, മറിച്ച് ഒരു കാര്യമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അത് ഞാൻ അപേക്ഷിക്കുന്നേ. സങ്കീർത്തനം 27-4 വാക്യം. ഇന്ന് നമ്മളുടെ ആഗ്രഹം ഇതാണോ? കർത്താവിന്റെ ആഗ്രഹം നമ്മളോടൊപ്പം വസിക്കാനാണ്. നമുക്ക് പക്ഷേ കർത്താവിനോടൊപ്പം വസിക്കാൻ ഒരു ആഗ്രഹം, ഓരോ സമയത്തും കർത്താവിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും വസിക്കുവാനും കർത്താവിനുള്ള ഒരു കൂട്ടായ്മ നമ്മൾ അതുപോലെ വിലമതിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ സദൃശവാക്യം 27-4 വാക്യത്തിൽ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. എൻ്റെ ആയുഷ്കാലം ഒക്കെ എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഇപ്പോഴും എനിക്ക് കർത്താവിന്റെ ആലയത്തിൽ, ദാവീദിന് ആലയം ഉണ്ടാക്കാനുള്ള ഭാഗ്യം, ആ ഒരു പ്രിവിലേജ് ദൈവം കൊടുത്തില്ല. അവന്റെ മകനായ ശലോമോന് ആ കൽപ്പന കൊടുത്തേ. എന്നാൽ ദാവീദിന്റെ ആഗ്രഹം അതായിരുന്നു, തന്റെ ആലയത്തിൽ വസിക്കണം. ആലയത്തിൽ വസിക്കുമ്പോൾ അവിടെ ആക്ഷരികമായിട്ടൊരു ആലയം അപ്പം പണിയപ്പെട്ടിട്ടില്ല, എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുന്ന കാര്യം ദാവീദ് പറയുന്നത്. ഇപ്പോഴും എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കണം. എന്തിനാ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് അവിടുത്തെ മനോഹരത്വം കാണണം. കർത്താവിന്റെ ആത്മീയ സൗന്ദര്യവും, പിന്നെന്താ, കർത്താവിന്റെ മന്ദിരത്തിലെ കർത്താവിന്റെ കൃപകളെക്കുറിച്ചും കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കുവാനും, എപ്പോഴും കർത്താവിനോടുള്ള ആ ഒരു സ്നേഹോഷ്മളമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിൽ എപ്പോഴും എനിക്ക് ആയിരിക്കണം. കർത്താവിനോടുള്ള ആ ഒരു കർത്താവിന് മാർബോട് ചാരി ആ ഒരു സ്വസ്ഥതയോടെ കർത്താവിനോടുള്ള ഒരു ആഴത്തുള്ള ഒരു കൂട്ടായ്മയോടെ എനിക്ക് ആയിരിക്കണം. അതാ ദൈവത്തിന്റെ ഹൃദയം ഈ മനുഷ്യനോട് കൂടെ വസിക്കണമെന്നായിരുന്നു. എന്നാൽ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞതുകൊണ്ട് ഒരു അളവില്, പഴയ ഉടമ്പടിയിൽ അവർക്ക് ആ ഒരു അളവില് അന്ന് അവർക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അത്ര കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ സങ്കീർത്തനം 73-25 നമ്മളെപ്പോഴും പറയാറുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് ആരുള്ളൂ, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ അങ്ങനെയല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ സങ്കീർത്തനം 73 സങ്കീർത്തനത്തിന്റെ 25 വാക്യത്തിൽ ആസാഫ് പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ദൈവത്തിന്റെ ഹൃദയം, ഹൃദയവും ദൈവത്തിന് നമ്മളോടുള്ള ഒരു കൂട്ടായ്മയുടെ ആഗ്രഹമൊക്കെ അറിഞ്ഞിരുന്ന ദൈവഭക്തരായിട്ടുള്ള പഴയ നിയമദാസന്മാരെ കുറിച്ച്, ദൈവഭക്തന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്ന സമാഗമന കൂടാരമായിട്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമാഗമന കൂടാരമായിട്ട് നമ്മളുടെ ഇടയിൽ വന്ന് വസിച്ചത് യേശുക്രിസ്തു ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 1:14 കഴിഞ്ഞ ആഴ്ചയും നമ്മളത് കണ്ടു. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഗത്സമന തോട്ടത്തിലേക്ക്, തൻ്റെ ക്രൂശീകരണത്തിന്റെ തലേനാൾ രാത്രി ഗത്സമന തോട്ടത്തിലേക്ക് കർത്താവ് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. മഹാപുരോഹിത പ്രാർത്ഥന, ഹൈ പ്രീസ്ലി പ്രയർ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. യോഹന്നാൻ 17 അവിടെ കർത്താവ് ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവ് അവസാനമായിട്ട് പിതാവിനോട് പറഞ്ഞൊരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആഗ്രഹമാണ്. എന്താ പറഞ്ഞേ? എനിക്ക് നീ തന്നിട്ടുള്ളവർ എൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ ആഴ്ച ഞാനത് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. യോഹന്നാൻ 17-24 എന്താ അവിടെ കർത്താവ് പറയും, ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ യേശുവിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ, ഇന്ന് സ്വർഗത്തിലും കർത്താവ് അവിടുത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ആയിരിക്കുന്ന ഇടത്ത് അവർ എന്നോടുകൂടി ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. That they may be with me where I am. Be with me where I am എന്നുള്ള ഒരു ഫ്രേസ് ഞാൻ ഒത്തിരി അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ബൈബിളിലൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. The Lord wants us to be with him where he is. കർത്താവ് അവിടെ 3-ാം സ്വർഗസിംഹാസനത്തിലായിരിക്കുന്നേ. ഇന്ന് ആത്മാവിന്റെ തലത്തിൽ ഞാനും അവിടെ ദൈവനെ ഇരുത്തിയിരിക്കുന്നു. എന്നാൽ അതെനിക്ക് ഇന്ന് അനുഭവവേദ്യം ആകണമെങ്കിൽ
എൻ്റെ മനസ്സും അവിടെ ഞാൻ എൻ്റെ ദേഹിയും ഞാൻ അവിടെ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മൻ പ്രേരണയ്ക്കനുസരിച്ച് ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഒരു വട്ടപൂജ്യമായിട്ട് സീറോ ആയിട്ട് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. സമ്പൂർണ്ണമായിട്ട് എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവേ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞ് കർത്താവിനോടുള്ള ഒരു സ്നേഹ സംസർഗം, കർത്താവ് ആയിരിക്കുന്നിടത്ത് ഞാനും കർത്താവിനോടൊപ്പം കർത്താവിന്റെ മഹത്വം കാണുവാൻ കർത്താവിന്റെ ആത്മീയ മഹത്വം, കർത്താവിന്റെ ആ തേജസ്, കർത്താവ് സമാഗമന കൂടാരമായിട്ട് വസിച്ചു. അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായ അവന്റെ തേജസ്സായിട്ട് കണ്ടു, കൃപയും സത്യം നിറഞ്ഞവനായി കണ്ടു എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1:14 നമ്മൾ വായിച്ചായിരുന്നു. വി സോ ഹിസ് ഗ്ലോറി ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. ആ തേജസ്, കർത്താവിന്റെ കൃപയും സത്യവും നിറഞ്ഞായിട്ടുള്ള ആ ഒരു തേജസ് നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണം ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ മറ്റാൾക്കാരോട് പെരുമാറുന്നു, ഇടപെടുന്നു, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ വീട്ടില്, അടുക്കളയില്, ജോലി സ്ഥലത്ത്, യാത്രയില്, പലയിടങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ കർത്താവിന്റെ ആ തേജസ് കണ്ടുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവിനോടൊപ്പം ഉള്ളൊരു കൂട്ടായ്മയിലായിരിക്കാൻ. അത് പഴയ നിയമഭക്തന്മാർക്കൊന്നും പഴയ നിയമത്തില് എന്താ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആത്മാവോടുകൂടി ജീവിച്ച പലരും പല ദൈവഭക്തന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തില് ആ, അവർക്ക് പൊതുവായി പറഞ്ഞാൽ എന്താ, അവർക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ഒരു പ്രവേശനമുള്ളൂ. അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ലേവ്യ കുലത്തിൽ ജനിക്കണം, അത് മഹാപുരോഹിതനായിരിക്കണം, ആണ്ടിലൊരിക്കല് മഹാപാപ പ്രായശ്ചിത്ത നാളിൽ മാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ ഭയത്തോടെ, അയ്യോ ഞാനും കൂടെ മരിച്ചു വീഴുവോ എന്നുള്ള ഭയത്തോടൊക്കെ ആയിരുന്നു അന്ന് അവര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ആ, ആ, പിന്നീടുള്ള ശലോമോൻ പണിത ദേവാലയവും പിന്നീട് പുതുക്കി പണിത ദേവാലയം എല്ലാം ഈ സമാഗമന കൂടാരത്തിന്റെ മാതൃകയിൽ പണിതത്. അപ്പൊ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകാൻ ഒരു മഹാപുരോഹിതനായിട്ടുള്ള ആള്, അയ്യോ ഇനിയിപ്പം എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ട് ഞാൻ അവിടെ ദൈവത്തിന്റെ സന്നിധി മരിച്ചു വീഴുന്നുള്ള പേടിയോടായിരുന്നു അന്ന് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പോയതെങ്കിൽ, യേശുവിന്റെ ക്രൂശ മരണത്തെങ്കിൽ ആ ദേവാലയത്തിലെ തിരശ്ശീലം, യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീലം മുകളിൽ നിന്ന് താഴോട്ട് കീറി ചീന്തപ്പെട്ടു എന്നൊക്കെ നമ്മൾ മത്തായി 27:51 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അതിലൂടെ നമുക്കൊരു ജീവനുള്ള പുതുവഴി കർത്താവ് തുറന്നതാണെന്ന് എബ്രായർ 10:19-20 വാക്യങ്ങളൊക്കെ ഞാനിത് എപ്പോഴും നമ്മൾ പറയുന്ന വാക്യങ്ങളായതുകൊണ്ട് ഞാനതിന്റെ റെഫറൻസിലോട്ടൊന്നും പോകുന്നില്ല. അന്ന് എല്ലാവർക്കും ഒന്നുകൂടെ എഴുതി വെക്കുകയും പിന്നീടൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം. അപ്പം ആ പുതുവഴി കർത്താവ് തന്റെ ജഡമാകുന്ന തിരശ്ശീലയിലൂടെ കർത്താവ് നമുക്കായിട്ടൊരു പുതുവഴി ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ഇപ്പോഴും കർത്താവിനുള്ള ഒരു കൂട്ടായ്മയിലായിരിക്കാൻ ഇന്ന് ദൈവം നമുക്കൊരു ഒരു സാധ്യത ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു താഴ്മയോടെ, ഒരു നല്ല മനസാക്ഷിയോടെ നമ്മളായിരുന്നാൽ മാത്രം മതി നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിക്കാനൊക്കും. എന്നാൽ അതിന്റെ ഒരു പാരമ്യത ആണ് നമ്മൾ അതിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവം എന്നോ അല്ലെങ്കിൽ നിവൃത്തി, അല്ലെങ്കിൽ സാഫല്യം, ഫുൾഫിൽമെന്റ്, ഫൈനൽ ഫുൾഫിൽമെന്റ്, ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഫുൾഫിൽമെന്റ് നമ്മൾ വെളിപാട് 21:3 ഇപ്പം വായിച്ച ദൈവം നമ്മളോടൊപ്പം വസിക്കുന്നു, അവന്റെ കൂടാരം തന്റെ ജനങ്ങളുടെ മധ്യേ എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇന്ന് ആത്മാവിന്റെ തലത്തില് നമുക്ക് കർത്താവിനോടൊപ്പം ഉള്ളൊരു വാസം ആരംഭിച്ചവർക്കാണ്, അവരെ ചേർക്കാനായിട്ടാണ് കർത്താവ് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പം യോഹന്നാൻ 17:24 നമ്മൾ കണ്ടു. പിന്നെയും കർത്താവ് തന്നെ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും യോഹന്നാൻ 12 അതിന് തൊട്ട് മുമ്പ് യോഹന്നാൻ 1:14 നമ്മൾ കണ്ടു, യോഹന്നാൻ 17:24 കണ്ടു. ഇപ്പം ഇനി യോഹന്നാൻ 12:24 മുതലുള്ള വാക്യങ്ങളിലും ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനായിരിക്കട്ടെ എന്നാണ് അതിന്റെ 26 വാക്യത്തെ വായിക്കുന്നത്. അവിടെ ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചാകുന്നത് പോലെ ചത്തില്ലെങ്കിൽ തന്നെ ഇരിക്കും എന്നൊക്കെ 24 വാക്യത്തിൽ പറഞ്ഞിട്ട് സ്വന്തം ജീവനെ കളഞ്ഞാല നിത്യജീവനെ നേടാനൊക്കെ എന്നുള്ള കാര്യമൊക്കെ 25 വാക്യത്തിൽ പറഞ്ഞിട്ട് 26 വാക്യത്തിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് എന്നെ അനുഗമിക്കട്ടെ. എങ്ങനെ അനുഗമിക്കട്ടെ? കർത്താവ് ഈ മരണ പുനരുത്ഥാനങ്ങളുടെ പാതയിലൂടെ പോയത്. കർത്താവ് സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ജീവിച്ചു. അങ്ങനെ നമ്മളും സ്വന്തം ഇഷ്ടത്തിനായിട്ട് ഓരോ ദിവസവും ഓരോ സമയത്തും ഓരോ പ്രലോഭനങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഒക്കെ കർത്താവ് എന്റെ ഇഷ്ടം പോലും ഒന്നും അല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് എന്നെ തന്നെ ഒരു പൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്താ പറ്റുന്നേ? അപ്പൊ അങ്ങനെ ആവുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമുക്ക് അഭിഷേകത്തിന് ശക്തി നൽകി കർത്താവിനെ നമുക്ക് ശുശ്രൂഷിക്കാനൊക്കും. കർത്താവിനെ ശുശ്രൂഷിക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വലിയ പ്രസംഗങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ശുശ്രൂഷ. യഥാർത്ഥത്തിൽ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ ഇന്ന് ലോകത്തിനുള്ളിൽ വലിയ വലിയ പ്രസംഗങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊന്നും യഥാർത്ഥത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരല്ല. അവർ പലപ്പോഴും പണത്തെ ശുശ്രൂഷിക്കുന്നവരാണ്, ദ്രവ്യദാസന്മാരാ. അവർ പണത്തിനായിട്ട്
യേശുവിന്റെ പേരെടുത്ത് ഒത്തിരി വലിയ വലിയ സോക്കോളുടെ വലിയ വലിയ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദ്രവ്യദാസന്മാരാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തീയ ബാബിലോണി ലോകത്താണ്, ക്രിസ്തീയ എന്ന് പറയുന്ന ബാബിലോണി ലോകത്താണ് നമ്മളൊക്കെ ഇന്നായിരിക്കുന്നത്. അപ്പോ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ വലിയ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിറങ്ങി ഇതുപോലെ അതുപോലെ എന്തൊക്കെയോ വലിയ വലിയ മൈക്ക് എടുത്തുകൊണ്ടുള്ള ഓടിച്ചാടി തുള്ളിച്ചാടിയൊക്കെയുള്ള സോക്കോളുടെ ശുശ്രൂഷയെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് കർത്താവ് നമ്മളെക്കുറിച്ച് ഓരോ ദിവസം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അവളാലാവത് അവൾ ചെയ്തു എന്ന് ബദനി മറിയത്തെക്കുറിച്ച്, ബദനിയിലെ മറിയത്തെക്കുറിച്ച് മർക്കോസ് 14:8 പറയുന്നത് പോലെ ഷീ ഡിഡ് വാട്ട് ഷീ കുഡ്. നമ്മളെ എന്താണോ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, നമ്മുടെ കുടുംബത്തിലുള്ള തന്നെ ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തവും കർത്താവിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ജോലിയിലുള്ള കാര്യങ്ങൾ, പഠിത്തത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ സഭയിലുള്ള കാര്യങ്ങൾ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ ഒരു കൊച്ചു ലോകത്തില് ദൈവം നമ്മൾ കർത്താവിന്റെ സാക്ഷിയായിട്ട് നമ്മുടെ കോളേജിലെ സ്കൂളില് നമ്മുടെ ഓഫീസില് നമ്മുടെ അയൽവക്കത്തൊക്കെ കർത്താവിന്റെ സാക്ഷിയായിട്ടൊക്കെ നമ്മൾ പോകുന്ന കടയില് ബാക്കി പലയിടങ്ങളിലൊക്കെ കർത്താവിന്റെ സാക്ഷിയായിട്ട് നമ്മൾ ആയിരിക്കുന്നു. ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് കർത്താവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും റെഡി ആയിട്ടായിരിക്കുന്നു. അങ്ങനെ ദൈവം തരുന്ന അവസരങ്ങളൊക്കെ കർത്താവിനെ നമ്മൾ ഉയർത്തുന്നു. അങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷ. പിന്നെ ഓഫ് കോഴ്സ് ദൈവം നമുക്ക് വചനം ഷെയർ ചെയ്യാനോ പാട്ട് പാടാനോ യുനോ നമുക്ക് സാക്ഷ്യം പറയാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ അവസരം നൽകുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നു എന്ന്. അത് മാത്രമല്ല ശുശ്രൂഷ, ബാക്കി വാട്ട് എവർ യു ഡു, എന്ത് ചെയ്താലും കർത്താവിന് എന്താവണ്ണം ചെയ്യാനാ. അല്ലെങ്കിൽ വചനം പറയുമ്പോൾ മാത്രം നീ കർത്താവിനെ ചെയ്തു ബാക്കിയെല്ലാം പിശാചിനെ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്താലും കർത്താവിന് എന്താവണ്ണം ചെയ്യുവാനാണ് നമ്മളവിടെ കൊളോസർ 3:23-24 വായിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് ഗോഡ് ഹും യു സെർവ്. അവിടെയും സെർവ് എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. നീ ആരെയും ശുശ്രൂഷിക്കുന്ന വെച്ചാൽ എന്ത് ചെയ്താലും നമ്മൾ കർത്താവ് നമ്മുടെ ഭക്ഷിക്കുമ്പോഴും പാനീയം ചെയ്യുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും കർത്താവിനെ നാമോഹത്വത്തിനായിട്ട് ചെയ്യുമെന്നാണ് 1 Corinthians 10:31 നമ്മൾ വായിക്കുന്നത്. അപ്പൊ എന്തും കർത്താവിന് എന്താവണ്ണം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്. അത് വലിയ വലിയ ഹോളി കാര്യങ്ങള്, വലിയ സീക്രട്ട് സെക്കുലർ ഡിവൈഡ് എന്നൊക്കെ ചിലപ്പം ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര വിശുദ്ധമായ കാര്യങ്ങൾ. ഞാൻ ചർച്ചിലായിരിക്കുമ്പോൾ ചർച്ചിൽ എന്തെങ്കിലും ചെയ്യുന്ന മാത്രം വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ബാക്കി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ സെക്കുലർ ആയിട്ടുള്ള കാര്യം, അതൊക്കെ ആക്കാനും വേണ്ടി വെക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെയല്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളാവട്ടെ, നമ്മള് യുനോ ചർച്ചിലെ ഉത്തരവാദിത്തങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ അയൽവക്കക്കാരുടെ ഇടയിലോ കൂട്ടുകാരുടെ ഇടയിലോ ബന്ധുക്കളുടെ ഇടയിലോ ഒക്കെ ആയിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്താലും നമ്മൾ ഈവൻ മണ്ടൈൻ എർത്ത് തിങ്സ്, ഏറ്റവും ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവിന് എന്നവണ്ണം ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് ശുശ്രൂഷിക്കുന്നേ? കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് ഞാനല്ല പറഞ്ഞേ. കൊളോസർ 3:23-24 കർത്താവ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നേ. കൊളോസർ 3:23 നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് എന്നല്ല കർത്താവിന് എന്നവണ്ണം കർത്താവിന് എന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ. ഡിയോ വർക്ക് ഹാർട്ട്ലി ഫ്രം ദ ഹാർട്ട്. കർത്താവിന് എന്നവണ്ണമാണ് ഇത് ചെയ്യുന്നത്, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവിൻ. നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? കർത്താവായ ക്രിസ്തുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നോയിങ് ദാറ്റ് ഫ്രം ദ ലോർഡ് യു വിൽ റിസീവ് ദ റിവാർഡ് ഓഫ് ദ ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് ദ ലോർഡ് ക്രൈസ്റ്റ്. കർത്താവായ ക്രിസ്തുവിനെയാണ്, ഇറ്റ് ഈസ് ദ ലോർഡ് ക്രൈസ്റ്റ് whom you serve. Whatever you do, whenever you do, whatever you do, if you do it for the Lord heartily from the Lord, for the Lord, you are actually serving Christ. അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ എന്ത് കർത്താവിനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെയാണ് അവിടെ സേവിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ആ ശുശ്രൂഷിക്കുന്നത് എങ്ങനെ വേണം? ഈ ഒരു മരണപുനരുദ്ധാനങ്ങളിലൂടെ. അതായത് ഓരോ സമയത്തും കർത്താവ് എന്റെ ഇഷ്ടം പോലെ ഒന്നും ചെയ്യാതെ എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണം എന്നുള്ള ഒരു മരണവും പുനരുദ്ധാനവും. എന്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു മരണമുണ്ട്. ദൈവത്തിന്റെ ശക്തി നമ്മളെ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പുനരുദ്ധാനമുണ്ട്. അപ്പൊ അങ്ങനെ ഗോതമ്പൂണി നിലത്ത് വീണ് ചത്ത് അധികം ഫലം കായ്ക്കുന്ന ഒരു മരണപുനരുദ്ധാനത്തിന് വഴിയിൽ എന്നെ ശുശ്രൂഷിക്കണം. ഞാൻ തിരിച്ച് കർത്താവിനുള്ള കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ വിഷയം മാറിപ്പോയിട്ടില്ല. കർത്താവ് കൂടാരമായിട്ട് നമ്മളുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. അപ്പൊ കൂടാരമായിട്ട് വസിക്കുമ്പോൾ നമ്മളത് പഴയ നിയമത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ കണ്ടു. പുതിയ നിയമത്തിൽ കർത്താവിന്റെ ആഗ്രഹം, കർത്താവ് അങ്ങനെ കൂടാരമായിട്ട് വസിച്ചു, സമാഗമന കൂടാരമായിട്ട് വസിച്ചു. നമ്മളും അങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് ആയിരിക്കുന്നിടത്ത് നമ്മളും ആയിരിക്കണം എന്ന് കർത്താവിന്റെ ആഗ്രഹം നമ്മൾ യോഹന്നാൻ 17:24 കണ്ടു. ഇവിടെ യോഹന്നാൻ 12:26 തിരിച്ച് യോഹന്നാൻ 12:26 വരുമ്പോൾ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ ഇതുപോലെ അനുഗമിക്കണം, ഈ ക്രൂസ് എടുത്ത് അനുഗമിക്കണം. ഈ ഗോതമ്പൂണി നിലത്ത് വീണ് ചത്ത്
ഫലം കായ്ക്കുന്നത് പോലെ മരണപുനരുദ്ധാനങ്ങളിലൂടെ എന്നെ അനുഗമിക്കണം. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരന് ഇരിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കർത്താവായിരിക്കുന്നിടത്ത് കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് തന്റെ ശുശ്രൂഷ ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന പോലെ നമുക്ക് കർത്താവിനുള്ള കൂട്ടായ്മയിലെ കർത്താവിനോടൊപ്പം ആയിരിക്കാനൊക്കെ എന്നെ ശുശ്രൂഷ ചെയ്യുന്നവന് ആര് മാനിക്കും? പിതാവ് മാനിക്കും. ലോകത്തിന്റെ മാനം അന്വേഷിച്ച് ദ്രവ്യദാസന്മാരാകാനോ ലോകത്തിന്റെ മാനം അന്വേഷിച്ച് ലോകകാരെ പ്രീതിപ്പെടുത്തി ലോകത്തെ സ്നേഹിച്ച് ദേമാസിനെ പോലെ വിട്ടുപോകാനോ അല്ല നമ്മള് അവിടെ ആ, വായിക്കുന്നുണ്ടല്ലോ. 2 4 അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. ദേമാസ് പൗലോസിന്റെ നല്ലൊരു കൂട്ടാളിയായിരുന്നു, കൂട്ടുവേലക്കാരനായിരുന്നു. ആ, അവനെക്കുറിച്ച് ഒക്കെ അവനെയൊക്കെ ഗ്രീറ്റ് ചെയ്യണം. ദേമാസിന്റെ പേരൊക്കെ പലയിടങ്ങളിലും പൗലോസ് എടുത്തു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേമാസിന് ലോകത്തിന്റെ മാനമായിരുന്നു. ഒരുപക്ഷെ മിക്കവാറും ക്രിസ്തീയ ലോകത്തിന്റെ മാനം തന്നെ ആയിരിക്കും അവന്. സ്വന്തമായിട്ടൊരു പല കാര്യങ്ങളും ഒക്കെ എനിക്ക് ഈ പൗലോസിന്റെ കൂടെ നിന്ന് വലിയ പ്രൊമോഷൻ ഒന്നും കിട്ടുന്നില്ല, വലിയ മാനമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അവന് ദൈവത്തിന്റെ ആ ലോകത്തിന്റെ മാനം, മനുഷ്യരുടെ മാനം അന്വേഷിച്ച് അവൻ അങ്ങനെ അങ്ങ് പോയി. അതാ നമ്മളവിടെ 2 തിമോഥെയോസ് 4:10 2 തിമോഥെയോസ് 4:10 എന്റെ ഓർമ്മ ഞാൻ ഒന്നുകൂടെ എടുത്ത് കൺഫേം ചെയ്തോട്ടെ. 2 പത്രോസ് 4:10 ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അതെ. സോ അപ്പം അങ്ങനല്ല, ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയുള്ള ഒരു ശുശ്രൂഷയല്ലേ, മറിച്ച് ഈ ക്രൂസിന്റെ പാതയിലാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഒരു ശുശ്രൂഷ. അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കും, എന്റെ പിതാവ് മാനിക്കും എന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് നമ്മളോടൊപ്പം കൂടാരമായിട്ട് വസിക്കുവാനും നമ്മളുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. അതിന്റെ പാരമ്യത അത് നമ്മൾ ഇന്ന് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും നമ്മളത് അനുഭവിക്കണം. പിന്നെ 1000 വർഷ സഹസ്രാബ്ദ വാഴ്ചയിൽ അതിൻ്റെതായ കുറച്ചുകൂടെ ഒരു ആഴത്തിൽ നമ്മളത് അനുഭവിക്കും. പിന്നെ അതിൻ്റെതായ ഏറ്റവും പൂർണ്ണത നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മളിപ്പം വായിച്ച പുതിയ സ്വർഗവും പുതിയ ആകാശവും, പുതിയ സ്വർഗവും പുതിയ ഭൂമിയും. അതായത് വെളിപാട് 21-ന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുക. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. കറന്റ് ലൊക്കേഷൻ എവിടെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് എത്തി. ഇതാ മനുഷ്യരോട് കൂടി ദൈവത്തിന്റെ കൂടാരം. ഈ കൂടാരം എന്നുള്ള ഈ സ്കേന എന്ന് പറഞ്ഞ വാക്ക് 2 തവണ കൂടെ, ടോട്ടൽ 3 തവണ വെളിപാട് പുസ്തകത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആ 2 റെഫറൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പേ. ഒന്ന് 13-ാം അധ്യായത്തിന്, വെളിപാട് 13-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് അവിടെ 1-ാം മൃഗം, ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2 ഒക്കെ നമ്മൾ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നു. മൃഗൻ നമ്പർ 1, മൃഗൻ നമ്പർ 2. മൃഗൻ നമ്പർ 1 ആണ് എതിർ ക്രിസ്തു, മൃഗൻ നമ്പർ 2 ആണ് കള്ളപ്രവാചകൻ. അപ്പൊ മൃഗൻ നമ്പർ 1 അതായത് എതിർ ക്രിസ്തു ഈ സമാഗമന ദൈവത്തിന്റെ കൂടാരത്തിനെതിരെ അവന്റെ ദൂഷണ വാക്കുകളൊക്കെ പറയുന്ന കാര്യമൊക്കെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ന്റെ 6-ാമത്തെ വാക്യം. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായി വാ തുറന്നു. അതെന്ന് വായിക്കുമ്പോൾ മനസ്സിലാ, അതെന്ന് വായിക്കുന്നത് ഈ മൃഗമാണ്. അതുകൊണ്ട് അതെന്ന് വായിക്കുന്നത്. മൃഗം വാ തുറക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ചിലർ വാ തുറക്കുന്നത് മറ്റുള്ളവരെ ശപിക്കാനും ശാപവാക്ക് പറയാനും പരാതിയും വെറുപെറുപ്പും പറയാനും തീക്ഷിക്കാനും ഒക്കെ വാ തുറന്ന കള്ളവേ പറയത്തുള്ളൂ ചിലരെ കുറിച്ച് പറയാന്ന് വെച്ചാൽ. വാ തുറന്നാല് അതുപോലെ. അപ്പൊ അതുപോലെ ക്രിസ്തു വാ തുറന്നാൽ ഈ കാര്യങ്ങളെ പറയത്തുള്ളൂ. എന്താ? ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നു, അവരുടെ കൂടാരത്തെയും. അവരുടെ കൂടാരം എന്ന് പറയുമ്പോൾ ദൈവമനുഷ്യരുടെ, ദൈവമക്കളുടെ ശരീരം തന്നെ ദൈവത്തിന്റെ കൂടാരമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. സഭയാകുന്ന ദൈവത്തിന്റെ കൂടാരം. അങ്ങനെ ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും, സ്വർഗവാസികളായിട്ടാണ് ദൈവമക്കളെ വിശുദ്ധന്മാരെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ദുഷിക്കുവാനും ദൈവദൂഷണത്തിനായിട്ട് വാ തുറന്നതായിട്ട് നമ്മളവിടെ കാണുന്നത്. അപ്പം അവിടെയും കൂടാരം എന്നുള്ളൊരു വാക്ക് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടു. പിന്നെ 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് അവിടെയും നമ്മള് സ്വർഗത്തിന്റെ ഒരു ചെറിയൊരു ദൃശ്യം, ഗ്ലിംസ് നമ്മളവിടെ കാണുമ്പോൾ, വെളിപാട് പുസ്തകം 15-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം, ഇതിനുശേഷം സ്വർഗത്തിന്റെ സാക്ഷി കൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നമ്മള് യഥാർത്ഥത്തിലുള്ള സമാഗമന കൂടാരത്തില് ദൈവത്തിന്റെ സാക്ഷ്യപെട്ടകം, ദൈവത്തിന്റെ സാക്ഷ്യമാകുന്ന ആ നിയമപുസ്തകങ്ങൾ, അതായത് 10 കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകള് 2 കൽപ്പനകളിലായിട്ട് എഴുതി അത് പെട്ടകത്തിനുള്ളില്
സൂക്ഷിച്ച് അത് അതിവിശുദ്ധ സ്ഥലത്ത് വെക്കണം. പെട്ടകം എന്ന് പറഞ്ഞൊരു പെട്ടി, ആർക്ക് എന്ന ഒരു റെക്ടാങ്കുലർ ബോക്സ് ആണ് ഈ പെട്ടകം എന്ന് പറയുന്നത്. അപ്പൊ ആ പെട്ടകത്തിന്റെ ലിഡാണ് മേഴ്സി സീറ്റ് എന്നൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും യോഹന്നാന്റെ സുവിശേഷമൊക്കെ ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തൊക്കെ ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആ ഒരു പെട്ടകത്തിലാണ് സാക്ഷിയുള്ളത്. അപ്പൊ അത് സാക്ഷ്യ പെട്ടകം, ആർക്ക് ഓഫ് ടെസ്റ്റിമണി എന്നൊക്കെ അതിന് പേര് വരുന്നേ. അപ്പൊ അതൊക്കെയുള്ള സാക്ഷ്യപ്പെട്ടൊക്കെ ഉള്ള കൂടാരമാണ് സാക്ഷ്യ കൂടാരം, ദൈവത്തിന്റെ സാക്ഷിയുള്ള ദൈവത്തിന്റെ കൂടാരം. അപ്പൊ അത് സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദേവാലയം, അതൊരു ആലങ്കാരിക ഭാഷയാണ് ദേവാലയം. അവിടെ യഥാർത്ഥത്തിൽ ദേവാലയം ഒന്നും കണ്ടില്ല, കുഞ്ഞാട് തന്നെയാണ് അതിന്റെ ദേവാലയം എന്നൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 21 അധ്യായത്തില് അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 21-22 മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. ദൈവം തന്നെയാണ് അവിടെ മന്ദിരമായിട്ടായിരിക്കുന്നത്, അല്ലാതെ അക്ഷരികമായിട്ടുള്ളൊരു മന്ദിരമല്ല എന്നുള്ളൊരു കാര്യം. ഇവിടെ ആ സാക്ഷി കൂടാരമായ മന്ദിരം തുറന്ന ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു എന്നുള്ളൊരു കാര്യം അവിടെ സദൃശവാക്യം, സോറി, ഞാൻ സദൃശവാക്യത്തിൽ തിരിച്ചു വന്നില്ല. ഇവിടെ വെളിപ്പാട് പുസ്തകം 15 അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഇവിടെയും തിരിച്ച് നമ്മൾ വെളിപ്പാട് 21-3 വായിച്ചു. അപ്പൊ നമ്മൾ വെളിപ്പാട് 13-6 15-5 21-3 ഒക്കെ ഈ ഒരു സമാഗമന കൂടാരം, സ്കേനെ എന്നുള്ള ഒരു പദം നമ്മളവിടെ കാണുന്നുണ്ട്. സമാഗമന കൂടാരം, ഇതാ മനുഷ്യരോട് കൂടെ, അതാ നമ്മുടെ തിരിച്ച് കറണ്ട് ലൊക്കേഷൻ വെളിപാട് പുസ്തകം 21-3 വാക്യം. അവൻ അവരോടുകൂടി വസിക്കും, നമ്മളോടുകൂടി വസിക്കാൻ ദൈവത്തിന്റെ ഒരു ആഗ്രഹം. അതുവരെയും ദൈവം ഇന്ന് നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെതായ ഒരു പൂർണ്ണതയിൽ അന്ന് പുതിയ സ്വർഗവും പുതിയ സ്വർഗവും പുതിയ ഭൂമിയിലും ദൈവം നമ്മളോടുകൂടി വസിക്കുന്ന ദൈവത്തിന്റെ കൂടാരം എന്നുള്ളൊരു കാര്യം. അവർ അതിനെ അവന്റെ ജനമായിരിക്കും. വി വിൽ ബി ഹിസ് പീപ്പിൾ, ദേ ഷാൽ ബി ഹിസ് പീപ്പിൾ. ഇന്നും നമ്മൾ കർത്താവിന്റെ ജനമായിട്ട് അതിൽ അഭിമാനം കൊള്ളുന്നവരാണോ, അതോ ദൈവജനം എന്ന് അറിയുന്നതിൽ നമുക്ക് ഞാൻ വിശ്വാസിയൊന്നും ബാക്കിയുള്ളവർക്ക് കൂട്ടുകാരൊന്നും അറിയണ്ട, ഇങ്ങനെയുള്ള ചർച്ചിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള വിശ്വാസം, ഇങ്ങനെയുള്ള വേർപെട്ട സഭയിലെ പോകുന്നത്, ഇങ്ങനെയുള്ള സഭയിലെ പോകുന്നത് വേറെ ആരും അറിയണ്ട, അവര് പറഞ്ഞാൽ അവര് നമ്മളെ കളിയാക്കും എന്നൊക്കെയാണോ, അതോ നമ്മളെ ദൈവജനമായിരിക്കുന്നത്, ദൈവത്തിന്റെ പൈതലായിരിക്കുന്നതിൽ നമുക്കൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടോ? ഞാൻ CFC-യിൽ അങ്ങ് ജനിച്ചു പോയല്ലോ, അതുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ളവരുടെ കൂട്ടൊന്നും അവിടെ ഇവിടെ ഒന്നും ഇതുപോലെ തേരാപ്പാര നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. മറിച്ച് ദേ ഷാൽ ബി ഹിസ് പീപ്പിൾ, അതാ നമ്മളോട് വായിക്കുന്നത്. അവർ അവന്റെ ജനമായിരിക്കും. നിത്യതയില് ആ ഒരു സന്തോഷത്തോടെ കർത്താവിനെ ചൂസ് ചെയ്യുന്നവർ, കർത്താവിനെ തിരഞ്ഞെടുക്കുന്നവരോട് കൂടെ കർത്താവ് വസിക്കുന്നു. ഇന്നും നമുക്ക് കർത്താവിനോട് കൂടി വസിക്കണമെങ്കിൽ നമ്മളും കർത്താവിന്റെ ജനമായിട്ട് നമ്മൾ ആ കാര്യത്തിൽ അഭിമാനിക്കുന്നവരും സന്തോഷിക്കുന്നവരുമായിരിക്കണം. ഗോഡ് ഹിംസെൽഫ് വിൽ ബി അമംഗ് ദം. ദൈവം തന്നെ, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നു. ഇതേപോലൊരു റെഫറൻസ് നമ്മളിപ്പം അന്തിമവിജയ പുസ്തകം നമ്മള് അതിന്റെ കറസ്പോണ്ടിങ് പോർഷനിൽ നമ്മള് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ഒരു റെഫറൻസ് നമ്മൾ വായിച്ചായിരുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതും കൂടെ വായിച്ചാൽ കൺക്ലൂഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 4-ാമത്തെ വാക്യം മുതൽ നമുക്ക് ദൈവം സഹായിച്ച അടുത്ത ആഴ്ച ചിന്തിക്കാമല്ലോ. വെളിപാട് 21 അവിടെ നമ്മള് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തില് അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അവിടെയും ഇതുപോലെ ദൈവം നമ്മളുടെ ഇടയിൽ വസിക്കും എന്ന് പറയുന്ന ആ ഒരു വാക്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ദൈവം അത് എത്രയധികം നമ്മളോടുള്ള ആ ഒരു കൂട്ടായ്മയിൽ നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് 16. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന് ആലയമല്ലോ. നമ്മളെ ദൈവം ആലയമായിട്ട്, സമാഗമന കൂടാരമായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് ആലയമാണ് നമ്മള്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുക. അത് നമ്മളോട് വായിക്കുന്നത്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഇതിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ് നമ്മളിപ്പം വെളിപാട് പുസ്തകം 21-3 നമ്മൾ വായിച്ചത്. എന്നാൽ ഇന്ന് നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും ഇത് വർദ്ധിക്കുന്ന ഒരളവിൽ നിവൃത്തിയാകേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതാ ദൈവം നമ്മളുടെ ഇടയിൽ വസിക്കുകയും നമ്മളുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഗോഡ് ഫീൽസ് അറ്റ് ഹോം എമംഗ്സ്റ്റ് us.
എന്ന് പറഞ്ഞാല് നമ്മളുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തില് എപ്പോഴും കോലാഹലവും ബഹളവും അടിയും വഴക്കും, ഭാര്യ ഭർത്താവിനോട് മിണ്ടത്തില്ല, ഭർത്താവ് ഭാര്യയെ ഈനോ ഈനോ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ അടിയും വഴക്കും പ്രശ്നങ്ങളും ഈനോ ദിവസങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്നു. ഈനോ ശീതസമരം, ശീതയുദ്ധം മാതിരിയുള്ള പല ഇങ്ങനെ അതുപോലൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പല ക്രിസ്തീയ എന്ന് പറയുന്ന പല കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന ഒരു അപ്പനും മക്കളും തമ്മിൽ കൂട്ടായ്മയൊന്നുമില്ല. അതുപോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇടത്ത് ദൈവം വസിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യഥാർത്ഥത്തില് സ്വന്തം ഇഷ്ടത്തെ അടിയറവ് വെച്ച് ദൈവ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെയുള്ള ഒരു ഗൃഹനാഥനും ഗൃഹനാഥയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അപ്പനമ്മമാരുമായിട്ട് അവര് ഒരു സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം ക്ഷമിച്ചും പരസ്പരം ബഹുമാനിച്ചും മറ്റുള്ളവർ തങ്ങളെക്കാട്ടിൽ ശ്രേഷ്ഠരായിട്ട് എണ്ണിയും, നമ്മൾ ഫിലിപ്പിയർ 2:3 വായിക്കുന്ന പോലെ മറ്റുള്ളവർ നമ്മളെക്കാട്ടിൽ ശ്രേഷ്ഠർ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിൽ പ്രാധാന്യമുള്ളവരായിട്ട് മോർ ഇമ്പോർട്ടൻ്റ് ദാനസ് എന്ന് എണ്ണിയൊക്കെ ഉള്ള ഇടത്ത് ദൈവത്തിന്റെ ഒരു വാസം ഉണ്ടാകും. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട്, അതായത് ജാതികളുടെ അല്ലെങ്കിൽ ലോകക്കാരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ശരിയാണ്, നമ്മൾ ലോകത്തല്ല ജീവിക്കുന്നത്. ലോകക്കാരോട് നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുകയും ഇടപെടുകയും എല്ലാം ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ അവരുടെ മുമ്പാകെ വെളിച്ചമായിരിക്കണം. ഇരുട്ടുള്ളിടത്താണ് വെളിച്ചത്തിന്റെ പ്രസക്തി. എന്നാൽ നമുക്ക് അവരിൽ നിന്നൊരു വേർപാട്, ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഐസൊലേഷൻ ബട്ട് ഇൻസുലേഷൻ എന്നാരോ പറഞ്ഞുള്ളത് പോലെ നമുക്ക് ഐസൊലേഷൻ, ഇൻസുലേഷൻ എന്ന് പറയാൻ നമുക്കറിയാലോ, ഈ കറണ്ട് വയേഴ്സ് ഒക്കെ ഇൻസുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കറണ്ട് അടിക്കും. ചില നമ്മളങ്ങ് ഐസൊലേറ്റ് ചെയ്ത് ഞാൻ ഈ ലോകത്ത് ഇവരെല്ലാം ലോകക്കാരപ്പം അതുകൊണ്ട് ഞാൻ ഏതാണ്ട് മലമുകളിൽ പോയി ഹിമാലയ പർവ്വതത്തിൽ പോയി ധ്യാനിക്കാന്ന് പറഞ്ഞ് ഐസൊലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ കർത്താവ് നമ്മുടെ ഇടയിൽ പാർത്തു എന്നാൽ നമ്മൾ കർത്താവ് പാപികളുടെ സ്നേഹിതനായിട്ട് ആയിരുന്നു. കർത്താവ് നമ്മളുടെ ഇടയിൽ പാർത്തു, യോഹന 1:14. അപ്പൊ ഐസൊലേഷൻ അല്ല, പക്ഷെ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാല് കർത്താവ് എല്ലാ പാപികളും ചുങ്കക്കാരും എല്ലാം കർത്താവിന്റെ കൂടെ വന്നു. പക്ഷെ അവരുടെ പാപക്കാരെ കർത്താവിനെ ഒട്ടും ഏശിയില്ല, മറിച്ച് കർത്താവ് അവരെ തന്റെ സ്നേഹത്തിലേക്ക്, പിതാവിലേക്ക് കർത്താവ് അവരെല്ലാം ആകർഷിച്ചു. അതാ ഐസൊലേഷൻ അല്ല ഇൻസുലേഷൻ. അപ്പൊ ഒരു വേർപാടുണ്ട്. ശരിയാണ്, നമ്മൾ എല്ലാവരോടും സംസാരിക്കുന്നു, ഇടപെടുന്നു. പക്ഷേ ലോകമയത്തത്തിലുള്ള ചില കാര്യങ്ങളും ബാക്കിയുള്ള ചില പൊട്ടച്ചൊല്ലും കളിവാക്കും മറ്റുള്ളവരെ കളിയാക്കുന്ന കാര്യത്തിലും അങ്ങനെയൊക്കെയുള്ള വേറെ പല ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള അശ്ലീല പ്രയോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ അതുപോലുള്ളവരൊക്കെ സഹപാഠികളും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ഒക്കെ അങ്ങനെയൊക്കെയുള്ള പല മറ്റുള്ളവരെ കളിയാക്കാനും പാരവെക്കാനും മത്സരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ ഉദ്യമിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ അവിടെ ഒരു വേർപാടുണ്ട്. ഞാൻ കർത്താവിന്റെ പൈതല, എനിക്ക് അങ്ങനെയുള്ള വർത്തമാനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റത്തില്ല. നമ്മൾ അവിടെ നിന്നൊക്കെ അങ്ങനെ പാപത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വേർപെട്ട് നിൽക്കുന്നു. അപ്പൊ അതാ പാപികളുടെ വഴി നടക്കാതെ എന്നൊക്കെയുള്ള കാര്യം, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മളവിടെ സങ്കീർത്തനം 1:1 വായിക്കുന്നത് പോലെ അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കുമേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. അങ്ങനെ നമ്മൾ വേർപെട്ട് ആയിരിക്കുമ്പോഴാണ് പുത്രന്മാരും കർത്താവ് നമ്മളുടെ ഇടയിൽ വസിക്കാൻ പറ്റുള്ളൂ എന്ന് ആരാ അരുളി ചെയ്യുന്നേ? ദുർബലനായ ഒരു ദൈവം അരുളി ചെയ്യുമല്ല, സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നത്. സർവശക്തൻ, ഓൾമൈറ്റി. ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സർവശക്തൻ എന്ന ദൈവത്തെക്കുറിച്ച് 10 തവണയാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. പാന്റാക്രറ്റോ എന്നുള്ളൊരു വാക്ക് 10 തവണയാണ് പുതിയ നിയമത്തിൽ സർവശക്തൻ എന്ന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ 9 തവണയും വെളിപാട് പുസ്തകത്തില്. വെളിപാട് പുസ്തകത്തിൽ അല്ലാതെ ദൈവത്തെ സർവശക്തനായിട്ട് പാന്റാക്രറ്റോ എന്നുള്ള ആ വാക്ക് ഒരിടത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളത്. എവിടാന്ന് ചോദിച്ചാൽ ഇവിടെ ഈ 2 Corinthians 6:18 വാക്യം. ആ ഒരു സർവശക്തനായ ദൈവമാണ് പറയുന്നത് ഈ ലോകത്തിന്റെ നിന്ന് വേർപെട്ട്, ലോകത്തിന്റെ ആ ഒരു വാല്യൂ സിസ്റ്റം, അവരുടേതായ മൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിൽ നിന്ന് വേർപെട്ട് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം. അത് ദൈവത്തിന് ആ ഒരു സർവശക്തി ഉണ്ടെങ്കിലേ നമുക്ക് വേർപെടാനും ഒക്കെ ഉള്ളൂ. നമ്മളെ കർത്താവ് ഇതിനെക്കൊണ്ട് പറ്റുന്നില്ല, നമ്മൾ തന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. കർത്താവ് ക്രിസ്തു നമ്മളുടെ ശക്തിയാണെന്നൊക്കെ നമ്മൾ കണ്ടു. എവിടെ 1 Corinthians 1:24 ക്രിസ്തു നമ്മളുടെ ദൈവത്തിന്റെ ശക്തിയാണെന്നുള്ള കാര്യമൊക്കെ കണ്ടു. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ സാക്ഷ്യത്തിൽ സ്ത്രീകളെ പലപ്പോഴും ഈ വാക്യം കോട്ട് ചെയ്യാറുണ്ട്. സ്ത്രീകളെ അവിടെ വീട്ടുതടങ്കലിലായിരുന്ന സമയത്ത്
അവിടെ വീട്ടുതടങ്കലിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ക്രിസ്തീയമായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി വീട്ടുകാര് ശ്രീലയുടെ പേരൻസ് ശ്രീലയെ ഒത്തിരി സ്നേഹത്തോടെ അവര് വലിയ തീക്ഷ്ണതയോടെ അവര് വീട്ടിൽ അടച്ചിട്ടപ്പോ ആ, അവിടെ ശ്രീലയുടെ ആ, ചേട്ടന്മാർക്ക് ഗിഡിയൻസിന്റെ ബൈബിള് അവിടെ ഇങ്ങനെ അവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഗിഡിയൻസിന്റെ ബൈബിള് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് സ്ത്രീയിലൊക്കെ ബൈബിള് രഹസ്യമായിട്ട് എടുത്ത് വായിക്കുമായിരുന്നു. അപ്പൊ വായിക്കുമ്പോൾ ആ സമയത്ത് ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ അതിൽ നിന്ന് അവിടുന്ന് വീട്ടിൽ നിന്ന് മാറി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ഒരു വിവാഹത്തിന് ഞങ്ങൾ ഞാനുള്ള വിവാഹത്തിന് ഇങ്ങനെ ദൈവമക്കളുടെ ആലോചന പ്രകാരം ആ കാര്യത്തിന് ഒരു നിലപാടെടുക്കാൻ ഒരു ധൈര്യം ദൈവം കൊടുത്തത് ഈ വാക്യത്തിലൂടെ. അപ്പൊ അത് എടുത്ത് വായിക്കുമ്പം ഈ ഒരു വാക്യം തന്റെ ഹൃദയത്തിലടക്കി ആ, അശുദ്ധമായതൊന്നും തുടരുത്, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുവിൻ, എന്നാൽ ആ, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാർ. സാധാരണ എല്ലായിടത്തും പുത്രന്മാരായിരിക്കും എന്ന് മാത്രമേ പറയത്തുള്ളൂ, പക്ഷെ ഇവിടെ പുത്രിമാരുമായിരിക്കും എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് തോന്നുന്നു. സ്ത്രീകളെയും അതുപോലെ ബാക്കി ഒത്തിരി സഹോദരിമാരും ഒക്കെ അതുപോലെ അത് വായിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ദൈവത്തിൽ നിന്നുള്ളൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യും. ദൈവം ആരെങ്കിലും ചെറിയൊരു ചോട്ട ആരെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, എന്നാൽ സർവശക്തൻ പറയുമ്പോൾ നമുക്ക് മൈൻഡ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല കർത്താവേ. അപ്പൊ അങ്ങനെ ആ, അവിടെ നിന്ന് പുറപ്പെട്ട് കർത്താവിനായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത് അങ്ങനെ ദൈവഹിത പ്രകാരം വിവാഹത്തിലേക്ക് വരാനൊക്കെ സ്ത്രീകളെ ദൈവം സഹായിച്ചു എന്ന് വർഷങ്ങളുടെ നീക്കത്തിൽ പേരൻസിനെയും ദൈവം അന്ത്യഞ്ചനത്തിലേക്ക് കൊണ്ടുവരികയും കാര്യങ്ങളെയൊക്കെ ക്രമപ്പെടുത്തുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ, ദൈവം നമ്മളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, കർത്താവ് ജ്ഞാനമാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആദ്യം കുറെ വാക്യങ്ങളൊക്കെ കണ്ടു. കർത്താവ് നമ്മുടെ ജ്ഞാനമാണ്, കർത്താവ് നമ്മുടെ ശക്തിയാണെന്ന് കണ്ടു, കർത്താവ് നമ്മുടെ ജ്ഞാനമാണെന്ന് കണ്ടു. ആ, നമുക്ക് ദൈവം ജ്ഞാനം തരും. ജ്ഞാനത്തിൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി, കർത്താവ് വഴക്ക് പറയാതെ തരും എന്നൊക്കെ യാക്കോബ് 1:5 വാക്യം കൂടെ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കർത്താവിന്റെ ജ്ഞാനത്തെക്കുറിച്ചും ആ ജ്ഞാനമായിട്ടുള്ള കർത്താവ് പിതാവിനോടൊപ്പം ഉള്ള കൂട്ടായ്മയിലായിരുന്നു. ഇപ്പം മനുഷ്യപുത്രന്മാരോടുള്ള കൂട്ടായ്മയും മുമ്പേ കണ്ട് അത് ഫോർസീ ചെയ്ത് അത് മുന്നമേ കണ്ട് അതിൽ സന്തോഷിച്ച കാര്യമൊക്കെ നമ്മൾ സദൃശവാക്യം 8-ന്റെ 29-30 വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ദൈവം നമ്മളോടുള്ള കൂട്ടായ്മ എത്രയധികം ആഗ്രഹിച്ചു, നിത്യത മുതൽക്കേ ആഗ്രഹിച്ചു. ആദാമും അവയായിരുന്ന സമയത്തും പിന്നീട് പാപം വന്നതിന് ശേഷവും എല്ലാം പഴയ നിയമത്തിലും ഒക്കെ അതിന്റെ പല പ്രതിരൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ പാരമ്യം യേശുവില് പിന്നീട് സഭയിലും വന്ന കാര്യം കർത്താവിന്റെ പ്രാർത്ഥനയും കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ ആ, കർത്താവ് ആയിരിക്കുന്നിടത്ത് നമ്മളും ആയിരിക്കണം എന്നുള്ളൊരു കാര്യവും നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളോടുള്ള കൂട്ടായ്മ അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ നമ്മൾ വചനത്തിലുടനീളം നമ്മൾ കാണുന്നു. നമ്മൾ വചനത്തിലുടനീളം നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളോടൊപ്പം കൂട്ടായ്മയിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു. അതാ നമ്മൾ അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ലോകത്തിന്റെ കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപത്തെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലുള്ളത് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനോടുള്ള കൂട്ടായ്മയിലേക്ക് വരുവാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മള് കർത്താവിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം മാനസാന്തരത്തോടെ അതെല്ലാം അതങ്ങ് വിട്ടുകളഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവേ എനിക്ക് അങ്ങേ മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഒരു പൂജ്യമായിട്ട് സീറോ ആയിട്ട് കർത്താവിനെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കർത്താവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് യേശുവിനോടുള്ള ഒരു ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതിലും ആഴത്തുള്ള ഒരു കൂട്ടായ്മ, ഒരു ആദ്യ സ്നേഹത്തോടുള്ള നിർമ്മല ഏകാഗ്രമായ ഭക്തിയോടുള്ള ആ ഒരു കർത്താവിനുള്ള ഒരു കൂട്ടായ്മയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അങ്ങനെ വേർപെട്ട് നമ്മൾ വരുമ്പോഴാണ് നാം കർത്താവിന്റെ ജനമായിരിക്കും, നമ്മൾ പുത്രന്മാരും ആയിരിക്കും. കർത്താവ് നമ്മളുടെ മധ്യത്തിലൊരു കൂടാരമായിട്ട് കർത്താവ് നമ്മളുടെ മധ്യത്തിൽ വസിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ ഇന്ന് തന്നെ നമുക്ക് അനുഭവിക്കാനൊക്കെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളത് അനുഭവിക്കണം, നമ്മുടെ കുടുംബത്തിൽ നമ്മളത് അനുഭവിക്കണം, നമ്മുടെ സഭയിൽ നമ്മൾ അനുഭവിക്കണം. അങ്ങനെ അനേക സഭകളെ ദേശത്തെങ്ങും വരണം. അങ്ങനെ കർത്താവ് 1000 വർഷക്കാലത്തിൽ നമ്മളത് അനുഭവിക്കും. പിന്നീട് സഹസ്രാബ്ദ വാഴ്ചയും കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമിയും ഉള്ള ആ നിത്യതയിലും അതിന്റെ ഒരു പാരമ്യത നമ്മളിന്ന് കണ്ടു. അപ്പൊ അത് നോക്കി പാർത്തുകൊണ്ട് ഇന്ന് തന്നെ കർത്താവേ അവിടുത്തെ കൂടാരം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്, അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ വസിച്ച് കർത്താവ് എന്നോടൊപ്പം വസിച്ച് എൻ്റെ കുടുംബത്തിൽ അവിടുന്ന് വസിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ കർത്താവാണ് നാഥൻ. ഈ യേശു കർത്താവ് ഈ കുടുംബത്തിന് നാഥൻ എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചുകൊണ്ട് മാത്രം, ശരിയായി എഴുതി വെച്ചുകൊണ്ട് മാത്രം
നാഥനായിരിക്കണം എന്നില്ല. എന്നാൽ കർത്താവിന് നമ്മുടെ കർത്തൃത്വം, അതിന്റെ ആ യജമാനത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ കൂട്ടായ്മ എത്രയധികം ആഗ്രഹിക്കുന്നു എന്നായി. അത് എത്ര പറഞ്ഞാലും അത് തീരാത്തതായിട്ടുള്ള ആഴത്തിലുള്ള കാര്യമാണല്ലോ. ഞങ്ങളത് അനുഭവിച്ചറിയേണ്ട കാര്യമാണല്ലോ കർത്താവേ. ഞങ്ങളെ സഹായിക്കണമേ. ദൈവരാജ്യ വാക്കുകളിലല്ലോ, ശക്തിയിലാണല്ലോ കർത്താവേ. ഞങ്ങള് കർത്താവെ പറയുന്നതും കേൾക്കുന്നതായിട്ടുള്ള വാക്കുകൾക്കുപരി ആ ദൈവരാജ്യത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് അങ്ങോട്ടുള്ള കൂട്ടായ്മയുടെ വലിയ ശക്തിയും സ്വാതന്ത്ര്യവും ആ വലിയ കർത്താവെ വിടുതലും ഒക്കെ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും വേർപെട്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മരീമസപ്പെടുത്തുന്ന എന്തെങ്കിലും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി അതെല്ലാം അവിടുത്തോടെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെ എസ്പെഷ്യലി പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കും. അവരെയും സഹായിക്കും. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അങ്ങേക്കായിട്ട് ഞങ്ങളെ തന്നെ തരുന്ന കർത്താവ്. ഞങ്ങളുടെ ഈ ലോകത്തിൻ്റെതല്ല, അങ്ങയുടേതാണ്. അങ്ങയോടൊപ്പം ഞങ്ങൾക്ക് വസിക്കണം. ഞങ്ങളുള്ള കൂട്ടായ്മ ഞങ്ങൾക്ക് വേണം കർത്താവെ. എപ്പോഴും ഇടതടവില്ലാതെ, ഒരു ബ്രേക്ക് ഇല്ലാതെ, ഒരു കർത്താവെ ഒരു ബ്രേക്ക് ഇല്ലാതെ, ഒരു കർത്താവെ ഒരു മുറിഞ്ഞു പോകാതെയുള്ള ഒരു അൺബ്രോക്കൺ ഫെലോഷിപ്പ് കർത്താവെ ഞങ്ങൾക്ക് അങ്ങോട്ട് വേണം. അങ്ങോടൊപ്പം എപ്പോഴും ആയിരിക്കുന്ന ആ ഒരു ജീവിതം ഞങ്ങൾക്ക് വേണം കർത്താവെ. ഇതിനായിട്ട് എപ്പോഴും താഴ്മയോടെ പൂജ്യമായിട്ട് അവിടുത്തെ മുമ്പാകെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആത്മാവ് ഞങ്ങളെ നിറച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ.